ശുദ്ധവായു സുലഭാണേ. പട്ടണത്തിലൊന്നും ഇപ്പോഴത്തെ കാലത്ത് താമസിക്കാൻ കൊള്ളില്ല. അവിടെ ശുദ്ധവായില്ലല്ലോ. അന്തരീക്ഷ ആകമാനം ഉയരല്ലേ വിഷപ്പുക. ഇവരുള്ളവരൊക്കെ ഇപ്പൊ ഗ്രാമത്തിലോട്ട് നീങ്ങ. പിള്ളച്ചേട്ടനാണെങ്കിൽ ഒട്ടും ഇഷ്ടണ്ടായിട്ടല്ല. എന്റെ വാക്ക് തട്ടിക്കളയാൻ മൂപ്പർക്ക് വലിയ ബുദ്ധിമുട്ടാ. അതും മാത്രമല്ല, അങ്ങേരുടെ ഭാര്യയ്ക്കും മകൾക്കും കോൺക്രീറ്റ് വീടെന്ന് പറഞ്ഞാൽ ഒരു പ്രാന്ത. പഴമയുടെ മഹത്വം അറിയാഞ്ഞിട്ടാണേ. എന്തെല്ലാം കൊത്തുപണികൾ. പിന്നെ ക്രിസ്ത്യാനികളോട് പിള്ളേച്ചനൊരു പ്രത്യേക മതിപ്പാ. ഇത്രയും ഒത്തൊരുമയും സ്നേഹമുള്ള ഒരു കൂട്ടർ വേറെ ഇല്ല. അത്ര വർഗസ്നേഹം ഇല്ലാത്ത ഈ ഹിന്ദുക്കൾക്ക് വീട് വെക്കില്ല എന്ന് അദ്ദേഹം ഇപ്പൊ ഭയങ്കര വാചില. ഈ തലയെടുപ്പും ഈ പ്രതാപവും ഒക്കെ ഒന്ന് കണ്ടാട്ടെ. നേര് പറഞ്ഞാൽ പുതുശ്ശേരി തറവാട്ടുകാര് പണ്ട് കാലത്ത് ഈ വീട്ടിലിരുന്ന നാട് ഭരിച്ചിരുന്നു. നല്ല പഴക്കമുണ്ടെന്നാ തോന്നുന്നത്. ഉണ്ടെങ്കിൽ എന്താ, ഈ കെട്ടിടത്തിന്റെ ഒരു ഉറപ്പ്. ആരാടാത്? മൂപ്പരാണെന്നാ തോന്നുന്നു. ഞാനാ പിള്ളേച്ച ചന്തുപണിക്കരാ. ചന്തുവായാലും ഹിന്ദുവായാലും വീട് വിൽക്കുന്നില്ല എന്നാണ് എന്റെ പുതിയ തീരുമാനം. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നും പറയണ്ട. എന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ഏക കാരണം ഈ വീടാണ്. അറിയാമല്ലോ. നല്ല പാർട്ടിയാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ശരി, കോൺഗ്രസ് പാർട്ടിയായാലും ശരി, ഞാൻ ഈ വീട് കൊടുക്കുന്നില്ല. ആ പാർട്ടി അല്ല. പിന്നെ നല്ല പാർട്ടിയാണെങ്കിൽ പിള്ളേച്ചൻ വീട് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. തല പോയാലും പിള്ളേച്ചൻ വാക്ക് മാറില്ല. വാക്കല്ലാതെ പിന്നെ തല മാറ്റാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലോ. ഇത് ഹിന്ദു അല്ല, അസല് ക്രിസ്ത്യാനിയാ. താനെന്റെ ബലഹീനത്തിൽ തന്നെ കയറി പിടിച്ചു പറഞ്ഞല്ലോടോ പണിക്കരെ. ഇതേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ശരി, ഒരു ക്രിസ്ത്യാനിക്കാണ് ഈ വീട് വിധിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വരാ, താൻ അകമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കടോ. ചെന്നാട്ടെ ചെന്നാട്ടെ. ആ തെണ്ടി അയ്യപ്പനോ മറ്റോ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടോ? കാറ് കണ്ടു കാണും. പക്ഷെ ആ ചായക്കട മുമ്പിലെത്തിയപ്പോ ഞാനൊന്ന് കുഴിഞ്ഞോ. ആരാ, എന്താ, എവിടേക്കാ എന്നൊന്നും പിടിയിട്ടുണ്ടാവില്ല. വല്ലവനും അറിയുന്നതിന് മുമ്പേ ഈ വീട് ആ കൊണാപ്പന്റെ തലയെ കെട്ടിവെച്ച് അഡ്വാൻസ് വാങ്ങിക്കടോ. ഇത് മിക്കവാറും നടക്കണം. പാട് കുറെ പെട്ട എന്റെ പിള്ളേച്ചാ. എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ, അല്ലാണ്ട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ. മനസ്സിലായി. എന്താ എന്താ വീട് നോക്കാൻ വന്നതാ? പൗലോച്ചെന്താ ഓർക്കാപ്പുറത്തൊരു ഭൂതത്തിനെ കണ്ട പേടിച്ചു പോവില്ലേ? പോരാത്തന് ഈ വീട്ടിലാണെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ അന്യരാദ്യമായിട്ട് അകത്ത് കയറുന്ന, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മേ, എന്റെ അമ്മ അല്ല, മോള്. എന്താ അമ്മേ, ഒരു നിലവിളി കേട്ടല്ലോ. ഈ മനുഷ്യനെ കണ്ട് പേടിച്ചു പോയതാ.
ഒരു മനുഷ്യനെ അവൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നേരാ, ഇതുവരെ ഞാൻ നിങ്ങളെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയമല്ല, ഭയങ്കര തമാശക്കാരിയാ. തമാശ കുടുംബം. ഒരു കാര്യം കലക്കാൻ പോകുമ്പോ നേരായ വഴിയെ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായോ? അതുകൊണ്ട് വളഞ്ഞ വഴിയെ പോകാം. ഹനുമാൻ ലങ്കയാടിയപ്പോ അയ്യപ്പൻ മതിലയാടുന്നു, അത്രേ ഉള്ളൂ സംഭവം. എങ്കിൽ പിന്നെ പൗലോറ്റമാലി എന്നൊരു മതിപ്പൂലാണ് പറഞ്ഞാട്ടെ. വേഗം പറഞ്ഞാട്ടെ. എന്തുവാ 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 കാര്യം? ഇവിടുന്ന് വശപ്പശയായിട്ടൊരു നിലവിളി കേട്ടെന്ന് അബൂട്ടി പറഞ്ഞു. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അബൂട്ടി കേട്ടതല്ലേ? ചേട്ടാ, ഇതെന്തൊരു ഗ്രഹപ്പഴാ അല്ലേ? സഹായം വല്ലതും വേണമെങ്കിൽ അറിയിക്കാം, അപ്പൊ ഇങ്ങോട്ട് ഉണ്ടാക്കിയാ മതി. എന്റെ മുതലാളിയുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായ വിളിച്ചിട്ട് വേണോ മുതലാളി ഈ തോമയ്ക്ക് വരാൻ? മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് മുതലാളി. ഞാൻ പേടിച്ചു പോയത് പ്രത്യേകിച്ചും ഈ വീടായതുകൊണ്ട്. അയ്യോ, ഈ വീട്ടിന് എന്താ ഒരു കുഴപ്പം? അത് ഈ വീട്ടിലെ അതെ, ഈ വീടിനോട് നാട്ടുകാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം അല്ലേ ചന്തു? പിന്നെ ഇതേതാ ഈ മീശപ്രതി? ഏതായാലും നാളെയോ മറ്റോ കെട്ടിയോളെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാം. അവരും വീടൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണോ പൗലോച്ച? അതാ നല്ലത്. അവലോസിന്റെ അല്ല, പൗലോസിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. ഈ കച്ചവടത്തില് ഇടനിലക്കാര് വേണ്ട. കാശിന്റെ കാര്യത്തില് എന്ത് നീക്കുപോക്ക് വേണമെങ്കിലും പിള്ളേറ്റം ചെയ്തു തരും. കച്ചവടം ഉറപ്പിച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞാ മതി. കല്ലല്ലേ ഇത്? അലവലാതി. 6 മാസങ്ങൾക്ക് മുമ്പ് വീട്ടുജോലിക്ക് നിന്നിരുന്ന പുതുക്കോട് ശാന്ത എന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ തൂങ്ങിച്ചത്തു. ഇരവി രാമൻപിള്ള കോൺട്രാക്ട് എടുത്ത് കെട്ടിയ ഒരു പാലം പൊളിഞ്ഞു. കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റിൽ മരിച്ചു. ജ്യോത്സ്യവിധി പ്രകാരം താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് മനസ്സിലായി. പിള്ളയുടെയും ചതിയൻ ചന്തുപ്പണിക്കയുടെയും ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക. എന്റെ പോയിന്റ് മനസ്സിലായോ? കുഞ്ഞിരാമൻ പറ്റ ₹1.85. ഒരു അജ്ഞാത സുഹൃത്ത്. അപ്പൊ അതാണ് കാര്യമല്ലേ? നുണ, ശുദ്ധ നുണ. ഇതാ ചായക്കടക്കാരൻ എരപ്പാട് എഴുതി പിടിപ്പിച്ചതാ. ഇപ്പൊ എനിക്കും പിടികിട്ടി ഇതിന്റെ പൊരുള്. നിങ്ങളെ കെട്ടിയോളും ഓടിക്കയറി വന്ന തോമായും വീടിനെ പറ്റി സൂചിപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എടോ പണിക്കരെ, ചതിക്കാനായിരുന്നു താൻ എന്നെയും കൊണ്ടുവന്നല്ലേ? ദൈവദോഷം പറയല്ലേ പൗലോച്ച? പറയുന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഞാൻ നാട്ടുകാരോടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. നാട്ടുകാര് അവന്മാര് വെറും നാറികളാ. പ്രത്യേകിച്ചും ആ ചായക്കടക്കാരൻ അയ്യപ്പൻ എമ്മെ. താൻ ഒന്നും പറയണ്ടോ? വെറുതെ പെട്രോളിന്റെ കാശും കളഞ്ഞ് സമയവും മെനക്കെടുത്തി. താൻ അങ്ങോട്ട് വാ, തന്റെ മൂക്കടിച്ച് ഞാൻ പപ്പടമാക്കുന്നു. അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം. മാറി നമുക്ക് മറ്റേ ഈ മുതലി അതും പോയി. നമുക്കപ്പോ മറ്റേ ചന്തു നിൽക്കണു കാലമാടൻ. അയ്യോ, എന്നാൽ ഇത് ഇത്തിരി കട്ടിയാണേ. ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ, അറിയാമല്ലോ. ദേ ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ, പുതുക്കോട് ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. പ്രേതത്തിന്റെ കാര്യം പറയുന്നത് ദാസമാഷ് കേൾക്കണ്ട. ദാസമാഷിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാം. പക്ഷേങ്കിൽ ദുനിയാവില് ജിന്നും ശൈത്താനും എന്ന് പറയുന്നത് വെറും നോസ. ദാസമാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാണ് ദാസമാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാ പിരാന്ത് കൂടും. പോടോർന്ന്. നിന്നോടല്ല, അയാളോടാ. എടോ, തനിക്ക് ദാസമാഷെ പറ്റി എന്തറിയാം? അങ്ങേരെ ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു. വെച്ചു. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. മനസ്സിലായി. കുഞ്ഞിരാമേട്ടനോ? അയ്യപ്പ, നിനക്കെന്താ ഇരവിപ്പള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപര വെളുക്കുമ്പോ കയറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്നൂടെ? വെറുതെ മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കാതെ.
കുളി കഴിഞ്ഞോ മോളെ? ഇല്ല, പല്ല് തേക്കുന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ കുപ്പി കണ്ടില്ല എന്ന്. അടുക്കള ഇച്ചിരി എടുത്ത് കൊടുക്കായിരുന്നു. കൊടുത്തല്ലോ. ഇഡ്ഡലി എടുത്ത് വെക്കേ. എന്ത് ചെയ്യും? പാല്. പാലേ. ഒരു5 ഇഡലിയും കൂടി എടുത്ത് വയ്യടി. 3 ഇഡലി കൂടുതൽ ദാസ് മാസ്റ്റർ കഴിക്കില്ല. മിടുക്കി. കള്ളി. വെള്ളം ചേർക്കാത്ത പാലാ. വെള്ളം അകത്തേക്ക് തരട്ടെ? വേണ്ട, അവിടെ വെച്ചാൽ ഞാൻ എടുത്തോളാം. അങ്ങോട്ട് കൊണ്ടുവന്നാലെന്താ? അയ്യോ, പ്രായമായ പെൺപിള്ളേർ ആണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്ന് നിന്നൂടാ. അയ്യോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താലെന്താ? ഉറുമ്പ് അടിക്കൂ? നോക്ക്, കുട്ടികളായ കുറച്ച് അനുസരണയൊക്കെ വേണം. അപ്പൊ ഞാൻ കുട്ടിയാണോ? പിന്നല്ലാതെ. അപ്പൊ പ്രായമായ പെണ്ണാണ്, ആണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്നൂടാ എന്നൊക്കെ മുമ്പേ പറഞ്ഞതോ? അത് ഞാനപ്പോ പറഞ്ഞതല്ലേ. തരം പോലെ വർത്താനം പറയും. അങ്ങനെയാ ആമ്പിള്ളേര്. ആളുകൾ ഓരോന്ന് കിട്ടാൻ നോക്കി നടക്കുക, മനുഷ്യനെ പറ്റി അധികം പറഞ്ഞ് നാറ്റിക്കാൻ. മോള് ചെല്ലേ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ചെല്ലേ. വൈകുന്നേരം സ്കൂളിൽ വിട്ടാൽ മാഷക്ക് നേരം ഇങ്ങോട്ട് പോന്നാലെന്താ? എന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാസ്സാവും. എന്താ പാസ്സാവുന്ന? വൈകുന്നേരം വേഗം വരുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം. വരാം. കർക്കിടകം രാശി പരദേവതകൾ അനുകൂലമല്ല. കാലം ചെയ്ത ആത്മാക്കളുടെ പ്രശ്നങ്ങളെ എന്നാൽ ചില പ്രതിവിധികളില്ലേ എന്ന് ചോദിച്ചാ അതുണ്ട്. എന്താണാവോ പ്രതിവിധി? ജസ്റ്റ് എ മിനിറ്റ്. അപ്പോ തറവാട് പൊളിച്ചു നീക്കണമെന്ന് നിർബന്ധം തന്നെയാണോ? വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാദികളായ നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. പൊളിച്ച് കട്ടിളയും ജനലുകളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണൊരു പോംവഴി? എന്തോ പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസത്തെ കർമ്മം കഴിയേണ്ടി വരും. പിന്നെ സ്വർണം കൊണ്ട് ആൾറൂം ഉണ്ടാക്കി ആത്മാക്കൾ ആവാഹിച്ച് ഒഴുകും ജലത്തിൽ സന്നിവേശിപ്പിക്കണം. അതായത് സന്നിവേശിപ്പിക്കണം. ആൾ രൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഗണകം പറഞ്ഞത്. ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം. അതെ. ഓ, ഒരു കാര്യം ചെയ്യാം. പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാം. ആൾ രൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. എന്താ? അതിപ്പോ എന്നാ ഗണപതി ഹോമത്തിനും മറ്റും ഒരുക്കേണ്ടുന്ന സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ തയ്യാറാക്കാം. ചാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം. ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലില്ല. ഇല്ലേ? പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ. കേട്ടത് ഞാൻ പറയാം. എന്താ തന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും. എന്താ? കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതായത് താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ല എന്ന്. ഇയാൾ വഴിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അല്പന.
പവറൊന്ന് മാറ്റി സ്പീഡൊന്ന് കുറയ്ക്കണം. ഹലോ സേതുഭായി, നമ്മളോട് തന്നെ. അല്ല സിസ്റ്ററെ, കോളേജിൽ നിങ്ങളുടെ സ്ഥലം വരെ ഒരു കമ്പനി വരാമെന്ന് ഞങ്ങളോട് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ? ഇനി അഥവാ ഞങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞത്. ഇതൊരുമാതിരി മനുഷ്യനെ മടിയാക്കുന്ന ഏർപ്പാടാണ് കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ മിണ്ടി, നമ്മളോട് സേതുഭായി സംസാരിക്കില്ല, നീയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സംസാരിക്കും, പക്ഷെ ചില നിയന്ത്രണങ്ങളൊക്കെ കാണുമെന്ന ഒന്നും വിട്ടു പറയത്തില്ല. അല്ല സേതു, ഞങ്ങളിങ്ങനെ എത്ര നാളായിട്ട് ബസ്സിന് കാശ് മുടക്കി നേരവും മെനക്കെടുത്തി കൂടെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് വീട്ടിലോട്ട് ക്ഷണിക്കാവട്ടെ, ഒരു കപ്പ് ചായ വരെ ആവട്ടെ. കുടിക്കാൻ ചായ അല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അപ്പറഞ്ഞ എന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പിടി കിട്ടിയില്ല. പൊടി കിട്ടും, നേരം കളയണ്ട. വൈകിയാൽ കള്ളുഷാപ്പിൽ തിരക്ക് കൂടും. കള്ളുഷാപ്പോ ഞങ്ങളായിട്ടുള്ള ബന്ധം അല്ലേ? ഞങ്ങളുടെ മാന്യത ചോദ്യം ചെയ്യരുത്. ഞങ്ങൾ ആരും അങ്ങനെയുള്ള ഫാമിലീസിൽപ്പെട്ട മെമ്പേഴ്സ് അല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ നീക്കങ്ങൾ കൊച്ചു ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളോട് താല്പര്യമുണ്ടെന്ന് സൈക്കോളജി. നല്ല കായ്ഫലം ഉണ്ടല്ലേ? ഓല പഴുത്തിരിക്കുന്നു, ചിലപ്പോ തലേ വീഴും. ലേലം തുടങ്ങട്ടെ? തുടങ്ങാൻ പോകട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്ക, ലേലം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിക്കോ. തന്റെ സംഭവം വേണമല്ലോ ലേലം തുടങ്ങാൻ. വെറും 2 ലക്ഷം. അതെ, ചായ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങും കേട്ടോ. സ്വന്തമായിട്ടൊരു ചായക്കടുണ്ടല്ലോ, അടിച്ചു കുടിച്ചൂടെ? ഇവിടെ ഒന്ന് വായി നോക്കണം. വെറും 2 ലക്ഷം രൂപ. 2,25,000. 2,20,000 രൂപ. വെറും 2,25,000 രൂപ. 3 ലക്ഷം രൂപ. വെറും 3 ലക്ഷം ഒരു തരം. വെറും 3 ലക്ഷം രൂപ 2 തരം. ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3 ലക്ഷം. വെറും 3 ലക്ഷം രൂപ 3 തരം ലേലം ഉറപ്പിച്ചു. 3 ലക്ഷത്തി 1 രൂപ. 3 ലക്ഷത്തി 1. വീട്ടിൽ പോയില്ലേ ഭാര്യയുടെ അടുത്ത് വിളിച്ചാ മതി. കൂടുതൽ വിളിച്ചവനെ വസ്തു വിട്ടുതരണം. വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലെ വസ്തു തന്റെ കയ്യിലിരിക്കും. ഇവിടെ ലേലം നടക്കില്ല. എന്റെ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഇവിടെ കുടിക്കുന്ന മറ്റുള്ളവർക്ക് എന്താ കാര്യം? അവര് ലേലം കൂടാൻ വന്ന. ഞാനും ലേലം കൂടാൻ തന്നെ വന്നത്. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോല് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങുന്ന കഴുത്തിന് പിടിച്ച് പുറത്തു കൊള്ളണം. പിള്ളേച്ച പ്രശ്നം ഉണ്ടെങ്കിൽ പിള്ളേച്ച കുറെ കാലമായി ഞാൻ അവനെ സഹിക്കുന്നു. എന്തോന്ന്? നീ എന്നെ സഹിക്കുന്നെന്നോ? എടാ, നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ? കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വേണമായിരുന്നു. കണ്ടവനെ പറ്റിച്ചും കുതികാലി വെട്ടിയും സിമന്റിന് പകരം മാലി ചേർത്തും പാലം പണിത് നീ കാശുണ്ടാക്കിയപ്പോ നിനക്കെന്നോട് പുച്ഛമല്ലടാ തെണ്ടി. നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ടുപോയി നക്കിത്തുന്ന ഇടലിയുടെ കാശ് 5 രൂപ 45 പൈസ നീ എനിക്ക് അറിയാമോ? ആ കാശ് എന്നിട്ട് മറ്റേ ബാക്കി പ്രസംഗം. എടാ, നീ കാറ് മേടിച്ചപ്പോ ഒരു ദിവസമെങ്കിലും നീ എന്നാ നീ കയറ്റിക്കൊണ്ടു പോകാനുള്ള സന്മനസ്സനെ കൊണ്ടുപോയടാ എരപ്പേ. നീ പോടാ തെണ്ടി. തെണ്ടി നിന്റെ തന്താ നിന്നെ. നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്. എടി ചുമ്മാതിരി, കുറെ നാളായി ഞാൻ അവനിട്ട് 2 പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത്. എടി, ഇത് തല്ലിയതല്ലടി. ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാ. ഇറങ്ങിയടി. എന്റെ ഞാനുവരത്തി ഒന്ന് കാണേണ്ട പേരുടെ അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസ പ്രകടനം. ഒരു കൈ വന്ന് നടന്നാൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ, അതെന്റെ ഏത് കൈയാണെന്നറിയാമോ? എന്റെ ഈ വലത്തെ കൈ. കൈ പോയി. അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ?
അതെ അതെ ഇവൻ പണ്ട് വയനാട്ടിലല്ലായിരുന്നു അതെ ഒരു കിഴവി പെമ്പറന്നവരുടെ കൂടെ അല്ലയോ പയറ്റ് പഠിച്ചത്. കഴിവിടെടുത്ത് പഠിച്ചോണ്ട് വന്നോ? ഹോ, ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ ചേട്ടാ. അയ്യോ, പോലീസ് എവിടെ? പോലീസ് ആരാ ചായക്കടക്കാരൻ അയ്യപ്പൻ? അയ്യോ സാറേ, ഞാനല്ല അയ്യപ്പൻ. രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി എവിടെ എല്ലാവരും? അയ്യോ, അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. എവിടെ എവിടെ അയ്യപ്പൻ ചേട്ടൻ? ഇപ്പൊ അങ്ങോട്ട് പോന്നോ? എവിടെ അങ്ങോട്ട്. അയ്യപ്പൻ ചേട്ടോ, ഇയാളൊരു നല്ല കാര്യത്തിന് വിളിച്ചാ കാണുകയില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടോ. പോലീസ് പിടിച്ചായിരുന്നു. അയ്യോ, മൂത്രപ്പഴ. ഇതിലും ഭേദം കോഴിക്കൂടായിരുന്നു കേട്ടോ. ചേട്ടാ, ഇവൻ എവിടെ പോയി? അയ്യോ, ഞാനല്ല. സാറ് പോയോ? അയ്യപ്പനാണ് ചപ്പം ഞാനല്ല, അയ്യപ്പനല്ല. എനിക്കവിടെ ആ പുല്ലിങ്ങല്ലേ എന്റെ പശു പട്ടിണിയായിട്ട് 3 ദിവസമായി. എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കും ഒരു പുല്ലും ചെയ്യാനൊക്കെ അല്ല. അയ്യോ, എന്നെ പിടിക്കാനൊക്കെ നീയാണല്ലേ അയ്യപ്പൻ? അയ്യോ, സത്യമായിട്ട് ഞാനല്ല. അയ്യപ്പ സ്വാമിയാണ് സത്യം, ഞാനല്ല അയ്യപ്പൻ. മാഷൊന്നും പറയണ്ട. കുറെ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ 4 ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൊരു കൊടുക്കണോ? ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും. ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും? ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലും. അയ്യടാ, കാറി കയറ്റാൻ പറ്റിയ ഒരു സാധനം. അതല്ല, പോലീസുകാരുടെ വല്ല അടിയൊടിയൊറ്റ കിട്ടി അയാൾ കിടപ്പിലായി പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. നല്ലോണം കണ്ട് പൊട്ടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാഷിനറിയോ, 6 മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ. ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പിക്കൊണ്ടുവന്നാലുടനെ അയ്യപ്പൻ പാരയായിട്ട് ഇറങ്ങും. ഇവിടെ പ്രേതമുണ്ട്, പിശാചുണ്ട്, ചാത്തനുണ്ട്. മാഷെ, ഒരു നിമിഷം പാടോ. മാഷേ, ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് മാഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്. മാഷ് ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും ഈ ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ടുകാരനായ നിങ്ങൾ 7-8 കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല. ഇല്ല, സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ, എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട്? എന്റെ എവിടുന്ന ഇതിനും മാത്രം കാശ്? കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ? അതല്ല. ഏതല്ല? നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റ് ഇവിടെങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം. ആണല്ലോ. ആ സ്ഥലം വിറ്റോളൂ. ആ കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. ബാക്കി തുക 10 100 വർഷം കൊണ്ട് 5 10 വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. അങ്ങനെ കടമായിട്ട്? എന്തോന്ന് കടം മാഷേ? അവകാശം പൂർണ്ണമായി മാഷുടെ പേർക്ക് ഞാൻ എഴുതി തരാം. പോരെ? അതിനെ പറ്റിയല്ല. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. ഈ ഇരവി രാമൻപിള്ള
ഈ ദാസൻ മാസ്റ്റർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു. ഈ ഞാൻ സാക്ഷി. നിങ്ങൾക്ക് എന്താ മാഷെ പ്രാന്തുണ്ടാ? നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ആ കാര്യം പുതുശ്ശേരി തറവാട്ടിൽ കുടിയിരിക്കുന്ന പ്രേതങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. പ്രേതവും മണ്ണാങ്കട്ടി. ആ വീട് ഇടിച്ചു പൊളിച്ചാൽ എത്രായിരം രൂപ തടി കിട്ടുമെന്നറിയാമോ? ഞാൻ വേറെ മണ്ടനൊന്നുമല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്ത് തീർത്താൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഞാൻ ഈ കച്ചവടത്തിൽ സമ്മതിച്ചുകൊണ്ടാ നിങ്ങളുടെ പേരുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ സമ്മതിച്ചത്. ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ടുപോയി പ്രേതത്തിന് കൊടുക്കണോ മാഷേ? അതിപ്പോ ഇതൊന്നും ഇല്ലേലും സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. അത് വേറെ കാര്യം. പോയിന്റ് മനസ്സിലായ? എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പ. ദേ 4 പേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10 കാശ് എന്നിട്ട് മതി മറ്റു കാര്യം. പുല്ലോ? പുല്ല് കളി. കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പുണ്ടാക്കാണ്ടിരിന്റെ പിള്ളച്ച. അല്ല, എത്ര ഉറുപ്പ്യക്കാ കച്ചവടം ഉറപ്പിച്ചേ? രൂപയൊക്കെ വളരെ കുറച്ചേ വേണ്ടൂ. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകള്ളൻ വീട് നഷ്ടത്തിന് വിൽക്കുമെന്ന് മാഷക്ക് തോന്നുന്നുണ്ടോ? ജ്യോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് അവൻ വിൽക്കാൻ തീരുമാനിച്ചത്. പോയിന്റ് മനസ്സിലായ? ചെലവാകാത്ത ഒരു സാധനം തലയെ കെട്ടിവെക്കാൻ അത്ര അന്തസ്സില്ലാത്തൊന്നും അല്ല ഇരുപിള്ള ചേട്ടൻ. അന്തസ് തെണ്ടി തിരിഞ്ഞ് നടന്നവനല്ലേ അന്തസ്. എന്റെ ഇഡലിയും പൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി കിടന്ന് ചത്തേനെ. മാഷക്കറിയോ? പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഈ രവി. അന്ന് വെറും രവിയായിരുന്നു. ഇപ്പോഴല്ലേ എരവി ആയത്. മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനിയമ്മയെ വശത്താക്കിയത്. 7 മാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത്. ഏതല്ല 4. ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് ദേ കുഞ്ഞിരാമൻ ചേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ, ഈ പറഞ്ഞതൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ മഴതേ അറിഞ്ഞുകൊണ്ട് കുടിച്ചാടരുത്. അവൻ ചതിയനാ. നിങ്ങൾക്ക് വല്ല അപകടം പറ്റാൻ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നു. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. മാഷയുടെ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? തീർന്ന പക്ഷേ ഇയാൾ ചവിട്ടിക്കും. വരട്ടെ. ദൂരെയൊന്നും അല്ലല്ലോ, അടുത്തല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരാം. വരട്ടെ. അവിടെ വരട്ടെ ഏട്ടാ. അല്ല, എന്നാ ഞാൻ പോട്ടെ മാഷേ. ഇടയ്ക്കിടയ്ക്ക് വരണം. വരാം. മാഷേ, അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാം തരം കരുവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ, ദാരുശില്പങ്ങൾ, ഇതെല്ലാം ഇനി മാഷക്കുള്ളതാ. ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളണം. ഒരിക്കലും നോവിക്കരുത്, വിൽക്കരുത്, ഇടിച്ചു പൊളിച്ച് കളയുകയും വരുത്. പോട്ടെ.
കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി. അമ്പമ്പോ, എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചൻ വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാവുന്നതല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാ കേറി പൊടിയാത്ത ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ. യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല. അല്ലേലും നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ചന്തുവേ, ഇച്ചിരൂടെ ഒഴി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. ആ പണിക്കതേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ച. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. ആ സമയമാം വേദത്തിൽ ഞാൻ സ്വർഗയാ. ഇതാണോ? ഇത് തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ? ഈശ്വര, അവിടൊന്നും വരുന്നല്ലേ. റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നത്. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നു എന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തോണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ചാലു? പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ളന ലവലാതി പിള്ളക്ക് മോളെ മാഷ തലയെ കെട്ടിവെച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോന്ന്? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവി നിലയം മാഷക്ക് എഴുതി കൊടുക്കോ? അങ്ങേര് വലിയ പണക്കാരൻ. മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്തോന്ന് അത്ര പാട്? മാഷയുടെ വില നിനക്ക് അറിഞ്ഞൂടാ? അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്? നീ മാഷൊന്ന് ചോദിക്കേ, റാണി ഇഷ്ടമാണോന്ന്? അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ടറിഞ്ഞൂടെ? എന്നെ എപ്പോ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താടി? നിങ്ങൾ ചോദിച്ചാൽ മതി. സേതു, ഇന്നാണ് ഞങ്ങളുടെ അവസാനത്തെ ദിവസം. എന്താ, ഇന്ന് മരിക്കാൻ പോവാണോ? അല്ല, സേതുവിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അവസാന തീരുമാനം ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് കോളേജല്ല, വില്ലേജാണ്. കോളേജിലെ കളിയൊന്നും ഇവിടെ പറ്റില്ല. ഇത് കളിയല്ല, ജീവൻ മരണ പ്രശ്നമാണ്. സേതു എന്തെങ്കിലും ഒരു തീരുമാനം എന്റെ തീരുമാനമാണോ നിനക്കൊക്കെ അറിയേണ്ടത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അളിയാ, നാടൻ എന്തായാലും നാടൻ തന്നെ. വണ്ടിക്കൂലി മുടക്കി ഇതുവരെ വന്നാലെന്താ? വേഷം മിനിങ്ങേച്ച് പോവാല്ലോ. കുറച്ചു ദിവസമായല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. നാട്ടുമ്പുറത്തെ കാറ്റൽപ്പം പെശകാണ്. അണ്ണാ ഉടക്കല്ലേ അണ്ണാ, ഇത് നമ്മുടെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ അഞ്ഞില് പാർട്ടിയാടല്ലേ അണ്ണാ. നീ പോണായിരുന്നു യവന്മാർ സമാധാനം പറയട്ടെ. എന്താ
സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എടാ എന്റെ എരവി മുതലാളിയുടെ മകളുമായിട്ട് നിനക്കൊക്കെ എന്താണ് ബന്ധം? പിന്നെ ബന്ധുരമായ ബന്ധം, സന്തതമായ ബന്ധം, നിതാന്തമായ ബന്ധം. എടാ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാ. താൻ ആര്? വില്ലേജ് ഓഫീസറാ? പോവേ. ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? ഇഴിച്ച് കൂമ്പ് ഞാൻ കിടക്കും. താൻ കലക്കോ? പിന്നെ കലക്കും. നില്ല ആ. തമാശ കളയട്ടാ. ചേട്ടനത് അടി വെച്ചു കൊടുത്ത അവൻ ബാക്കി ഉണ്ടാവും. അവൻ വെള്ളത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ചേട്ടനത് കാര്യമായിട്ടെടുത്തോ. അടിച്ചു തരത്തടാ. പീസായി പോ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിനൊന്നും പോകണ്ട. മിണ്ടാതിരിക്കടി. ഇന്ന് അവന്മാർ ഇത്രയും ചെയ്തു, നാളെ നടുറോട്ടിന് നിന്നെക്കാരി പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്ന് എരവി മുതലാളി, ഉം. അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണുകൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പേ അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പൊളിഞ്ഞ പാലത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? ഇല്ല. മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളിപ്പോ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി അത് വരാ. രണ്ട് ഉലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി. ആരാത്? ആരാ? ആരാത്? ആരാത്? ആരാ? മാഷേ, അയ്യോ, മുട്ടി മനുഷ്യന്റെ മുട്ടിയുടെ തൊലി പോയല്ലോ മാഷേ. നീ എന്താ ഈ പാതിരാക്ക്? സന്ധ്യ കഴിഞ്ഞ ബസ്സും കാറും കിട്ടാത്ത സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞു. വഴി ചോദിച്ചു 5-6 കിലോമീറ്റർ നടന്നു. ഭാഗ്യത്തിന് ഞാൻ കട അടച്ചില്ല. മാഷ അനിയനെ അറിഞ്ഞപ്പോ നേരെ പൊക്കിക്കൊണ്ടിഞ്ഞു പോന്നു. നീ അകത്തേക്ക് വാ. അപ്പോ ഞാൻ പോട്ടെ. കാലത്ത് രണ്ടുപേരും കടയിലോട്ട് വരണം. ആ. ഇല്ലെങ്കിൽ പുട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ പോട്ടെ. വളരെ നന്ദി. അയ്യോ, ഇതിനൊക്കെ എന്ത് നന്ദി പറയാൻ. അല്ല, അയ്യപ്പച്ചൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയൊന്നുമില്ലല്ലോ? എനിക്ക് എന്ത് പേടി? അല്ല, ഇനി മാഷൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലേ കവല വരെ എന്റെ കൂടെ വരാ. നടക്കണമെന്നില്ല. ഇല്ലേ? എന്നാ വേണ്ട. നരസിംഹശ്ച വാമന. ഇതൊരുമാതിരി കോട്ട പോലെ ഉണ്ടല്ലോ. ചേട്ടന് ഒറ്റയ്ക്കോടെ താമസിക്കാൻ പേടിയാവില്ലേ? പേടിയോ? നീ പകല് നോക്കണം കോട്ടയാണോ കൊട്ടാരാണോന്ന്. ആ പിന്നെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ആ വാദത്തിന്റെ പഴുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. കുട്ടിരാമൻ വൈദ്യരുടെ ചികിത്സയില്ല. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും കഴിക്കുകയും വേണ്ട, കുടിക്കുകയും വേണ്ട. ഒന്ന് കുളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. നീ വാ. നിക്ക്. സത്യം പറയണം, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ലോട്ടറി അടിച്ചോ? അതൊക്കെ വലിയ വലിയ കഥകളാ മോനെ, വിസ്തരിച്ച് പറയേണ്ട കാര്യ. മേ കമിൻ സാർ?
യെസ് കമേൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ അനിശ്ചിത കാലത്തേക്ക് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡിൽ കണ്ടു. കണ്ടത് സത്യമാണ്. എന്താ സാർ കാര്യം? കാര്യം നിങ്ങളോട് അന്വേഷിക്കാമെന്ന് കരുതി ക്ലാസ്സിൽ നോക്കിയപ്പോൾ അടുത്ത കാലത്തൊന്നും ക്ലാസ്സിൽ കാണാറില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അയ്യോ, ഇത് ആര് പറഞ്ഞു സാർ? എന്താ, സത്യമല്ലേ? അല്ല സാർ, പിന്നെ ഇവിടെ പലർക്കും ഞങ്ങളോട് അസൂയുണ്ട് സാർ. കാരണം ഞങ്ങള് ഈ സബ്ജക്റ്റിലൊക്കെ മറ്റുള്ളവരെക്കാൾ ഷൈൻ ചെയ്യാറുണ്ട് സാർ. എന്താ നിങ്ങളുടെ സബ്ജക്ട്? കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നിങ്ങളുടെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കെമിസ്ട്രി മെയിൻ, ഫിസിക്സ്, മാത്സ് സബ്. ഓഹോ, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ സബ്ജക്ട് വേറെന്തൊക്കെയാണെന്നാ. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. സൂവോളജി ക്ലാസ്സിലെ സേതുഭായി എന്ന കുട്ടിയെ നിങ്ങൾ എന്താ പറയണം. ആരാ സാർ ഈ സേതുവായി? അങ്ങനെ ഒരുത്തിയെ ഞങ്ങൾ അറിയത്തോലും ഇല്ല സാർ. എന്നാൽ ആ കുട്ടിക്ക് നിങ്ങളെ അറിയാം. മാനേജ്മെന്റിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശമുണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തത്. സേതുഭായിയുടെ അച്ഛൻ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സാർ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പലവിലും അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭൂരിപക്ഷമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന വെറുപ്പിക്കുന്ന അത്ര നല്ലതല്ല. ആർക്ക് നല്ലതല്ല? അല്ല, പൊതുവെ അങ്ങനെ നല്ലതല്ലെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഞങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ പഠിക്കാൻ വന്നവരാണ്. ഉം. ഓരോ അപഖ്യാതി പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, തൽക്കാലം നിങ്ങൾക്ക് പോവാം. സസ്പെൻഷൻ പിൻവലിക്കണം സാർ. പോകാനാണ് പറഞ്ഞത്. പ്രത്യാഘാതങ്ങൾ. അലവലാധികം. അല്ല സാർ, നാളെ സ്വന്തത്തിലുള്ള ഏതെങ്കിലും അച്ഛനെ വിളിച്ചോണ്ടാ മതിയോ? ആപ്പിലായല്ലോ. ക്ലാസ് കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ സസ്പെൻഷൻ. ഇനിയിപ്പോ വീട്ടിലെറിയും, അന്വേഷണമാവും, ചെലവിനുള്ള കാശിന്റെ വരവും നിൽക്കും. നിനക്കിവിടെ ഭൂരിപക്ഷമുള്ള ഏതോ വിദ്യാർത്ഥി സംഘടന അംഗത്വം ഉണ്ടെന്ന് പ്രിൻസിപ്പാളിനോട് വെച്ച് കാച്ചുന്നുണ്ടല്ലോ. ഏതാ സംഘടന? എന്ത് സംഘടന? ചുമ്മാ ഒന്ന് വരട്ടി നോക്കിയല്ലേ. ഏതായാലും ആ പ്രിൻസിപ്പൽ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ വെക്കുള്ളൂ. ഏത് മാത്രം ഇവിടെ നിൽക്കട്ടെ, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. സന്തോഷമായല്ലേ? ഞങ്ങളുടെ ജീവിതം അവതാളത്തിലാക്കിയില്ലേ? പെങ്ങളെ, ഞങ്ങളോട് ഈ കടുങ്കൈ വേണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ എന്തെങ്കിലും തമാശക്ക് സംസാരിച്ചു. ഞാൻ സീരിയസ് ആയിരുന്നു. നിങ്ങൾ ആ തോമയോട് വഴക്കുണ്ടാക്കി എന്തിനാ? അങ്ങേരെ അച്ഛനോട് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്കിപ്പോ അതിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണമല്ലോ. എന്താ ഒരു വഴി? അച്ഛനെ കൊണ്ട് കംപ്ലൈന്റ് പിൻവലിപ്പിക്കണം. അപ്പോ സേതു അച്ഛനോടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. സ്വല്പ ദുരഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തിലെ അച്ഛൻ. ചെന്ന് സോറി പറഞ്ഞ ചിലപ്പോ രക്ഷ കിട്ടും. അച്ഛനാണെങ്ങനെ? നല്ല തടിയനാണോ? ആ തോമയുടെ കയ്യിന്ന് നല്ലോണം കിട്ടിയല്ലേ? ആര് പറഞ്ഞു? ഞങ്ങൾ അവരെ ഇടിച്ച് പരത്തിയിട്ടാ പോകുന്നത്. ഞാൻ അറിഞ്ഞു. വളണ്ടില്ലേ കുട്ടിത്താറ? അറിയാ, നമ്മളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള സെന്റിമെന്റ്സ് വെച്ച് സേതുവായിട്ടൊരു ലവ് ട്രാക്ക് വർക്ക് ചെയ്താലോ? നമ്മുടെ ആത്മാർത്ഥം ഒന്നും എவ்வளவு മാർക്ക് മനസ്സിലാവില്ല. അളിയാ, കളഞ്ഞിട്ട് വാ. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ദാസൻ അറിയാമോ, ഞാൻ എന്റെ റിസർച്ചിന് വേണ്ടി കേരളത്തിലെ ഒട്ടേറെ കൊട്ടാരങ്ങളിലും ഗുഹകളിലും ഒക്കെ ചെന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ വാസ്തുകലാ ശില്പത്തിന്റെ മറ്റൊരു മുഖമാണിത്. ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ദാൻ 500 years old. ആയിക്കോടുന്നില്ല. ഇൻ 1498 1498 വാസ്കോഡിഗാമ കേരളത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ പരമ്പരാഗത വാസ്തുകല ഇവിടെ സജീവമായിരുന്നു എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ജസ്റ്റ് പ്രൂവ് ഇറ്റ്. അപ്പൊ നീ പറയുന്നത് ഈ കാണുന്നതൊക്കെ വളരെ അമൂല്യമാണെന്നാണ്? അമൂല്യവും അപൂർവവും. ചേടാ, വഴിയേ പോയ ഒരു വയ്യാവേലി വലിച്ച് തലേ കയറ്റി വെച്ചെന്നും വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇത് ചേട്ടന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സ്ഥലമിട്ട ആളും ഒരു മണ്ടൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഒരു മണ്ടനാണ്? അത് പിന്നെ അല്ല, അതിരിക്കട്ടെ. ഇതുപോലുള്ള ഒരു വീട്ടിൽ പഴക്കം ചെന്ന പല രേഖകളും നാണയങ്ങളും മറ്റും കാണാനിടയുണ്ടല്ലോ. ഉണ്ടാവാം. അതൊക്കെ എവിടെ? ഒക്കെ ഉടമസ്ഥ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ആളിപ്പോ എവിടെയാ താമസം? ഇവിടെ അടുത്ത് തന്നെ. എന്നെ അവിടം വരെ കൊണ്ടുപോകും. അതിനെന്താ? ഈ വീടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ആരാത്? ആ, നീ ഇതൊക്കെ കണ്ടോണ്ട് ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ട് തരാം. ഇവിടെ റാണി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ വീട്ടിൽ
വരാത്തെ? ട്യൂഷൻ എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട്? നീ ഇപ്പൊ പോ, ഞാൻ വന്നോളാം. കള്ളം വരൂല്ല, എനിക്കറിയാം. മാഷ് കഷ്ടപ്പെടണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. എനിക്കും അതാ ഇഷ്ടം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. റാണി ഇപ്പൊ പൊക്കോളൂ പ്ലീസ്. മാഷ് അവിടുന്ന് പോന്നെ പിന്നെ വല്ലാണ്ട് മെലിഞ്ഞു. ആഹാരം ഒന്നും ശരിയാവാത്തോണ്ടാ, എനിക്കറിയാം. എന്റെ പൊന്നു മോളെ, ഞാൻ എന്ത് വേല ചെയ്യാം. തൽക്കാലം നീ ഒന്ന് പോ. അകത്തെന്റെ അനിയനുണ്ട്, അവനെങ്ങനെ നിന്നെ കണ്ടാലെന്താ? ഞാൻ എങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കും? ട്യൂഷൻ എടുത്തില്ലെങ്കിൽ സാരില്ല. ഞാൻ വന്നത് വേറെ വിട്ട് മാഷക്ക് തരാനാ. എന്താ? ഡാ, കോഴിമുട്ടയാ പുഴുങ്ങിയത്. അമ്മ വേണ്ടാണ്ടെടുത്ത് കൈ വെച്ചതാ. എനിക്ക് കോഴിയും വേണ്ട, മുട്ടയും വേണ്ട. നീ ഒന്ന് പോ. അവനില്ലേ എന്റെ അനിയൻ, അവനാണ് മഹാ പെശരാ. ഇത് വാങ്ങിക്കാണ്ട് ഞാൻ പോവില്ല. ഞാൻ പോട്ടെ. നാളെ വരാം. ചുമ്മാതല്ല അവധിക്കാലത്ത് നാട്ടിലോട്ട് വരാത്തത്. മനസ്സിലായി. എന്ത് മനസ്സിലായി? അമ്മ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ഉരുണ്ട് കളിക്കുന്നതിന്റെ രഹസ്യം നിനക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ല. ദേ, എനിക്കും കാര്യങ്ങൾ കണ്ടാ മനസ്സിലാകുന്ന പ്രായമായി. എന്നുവെച്ചാ ഞാൻ ഇല്ലാത്തോണ്ടോ സമ്മതിക്കണോ? ആ, ഈ ദേഷ്യം തന്നെ അസൽ കാമുകന്മാരുടെ ശൈലാണല്ലോ കാണൊരു. എടാ, അത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ പെണ്ണ അയ്യപ്പൻ ചേട്ടന്റെ മോള്. ഒരു വട്ട് കേസാ. ഞാൻ ഇന്ന് എന്നെ അമ്മയ്ക്ക് എഴുതിക്കൊള്ളാം. എന്നാ അങ്ങോട്ട് എഴുത്. ചുമ്മാ പേടിപ്പിക്കുന്നു. അയാളെ മുഴുവൻ നിൽക്കരുത്. എനിക്ക് ദാ. നമസ്കാരം. എന്താ പിരിവുകാരാണോ? പിരിവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നാ മതി, അന്നേ ഞാൻ പിച്ച കൊടുക്കൂ. ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ മുതലാളി കനിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും. 1, 2, 3 ടോട്ടൽ 3 ഫാമിലീസ്. ഈ 3 ഫാമിലീസും ഇന്ന് കണ്ണീരിലാണ്ടിരിക്കുകയാണ് മുതലാളി. ആഹാ, അതിനും മാത്രം കണ്ണീര് എവിടുന്ന് കിട്ടി? ആണ്ടുപോകാൻ മാത്രം. സാർ, അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ 3 കുടുംബങ്ങൾ, അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇന്ന് അപകടത്തിലാണ് സാർ. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരുമാണ്. ആർക്കാണ് 1ാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലൊരു സസ്പെൻഷൻ ഞങ്ങളുടെ തലയിൽ വീണത്. അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികളെ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലല്ലോ സാർ? കുറച്ച് ലേറ്റായി പോയി. അന്നെങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇരവിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേനെ. ഞങ്ങളുടെ ഫേറ്റ് അതാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള 4-5 ഹിറ്റ്സ് എന്നുള്ളൂ സാർ. പക്ഷെ ദയവേത് ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത്. ഹേറ്റ് ചെയ്യും. ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത് സാർ. ഹേറ്റ് ചെയ്യും. അല്ല, ഹേറ്റ് ചെയ്യരുത്. ചെയ്യും ചെയ്യും ചെയ്യും. ഞങ്ങളെ hate ചെയ്യരുത്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഷ. ഇത് എന്റെ അനിയനാണ്. ഹലോ. നിങ്ങൾ ഇപ്പൊ വന്നത് യവമാരുടെ ഭാഗ്യം. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു. മാഷത്തോട് തൊട്ട് ഇരിക്കാം. ഞങ്ങൾ നിരപരാധികളാണ്. എന്താ? സാർ ഒന്ന് പറയണം സാർ. സാർ ഞങ്ങൾ എന്താ കാര്യം? സാർ ഇനി മേലും ഞങ്ങൾ സമാധാന അക്ഷരം വേണ്ടില്ല. എന്താ ഇത്? Get out! Get out എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമെന്നാണ് അർത്ഥം. വരൂ. നിങ്ങളോടല്ല, മാഷോടാ. കഞ്ഞി കളവന്ന് വരൂ. ഈ തെണ്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ. പോട്ടടെ കാര്യം കാണാൻ. ഇരവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. ചന്തുവേ, പട്ടി. സേത് വീട്ടിലുള്ളപ്പോ ചെന്നാ മതിയായിരുന്നു. എങ്കിൽ ചീത്തവിളി അവളുടെ മുമ്പ് വെച്ചാകുമായിരുന്നു. ആ പെരട്ട കിളവന്റെ മുമ്പിൽ വെച്ച് ആ പെണ്ണിനോട് ചോദിക്കാമായിരുന്നല്ലോ. ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കാമായിരുന്നു. ഓഹോ, അത് ശരി. സസ്പെൻഷൻ മാറ്റി ഡിസ്മിസൽ ആക്കണമായിരിക്കും. വരണുണ്ട്. ചവിട്ടി കുടിക്ക് വരുന്നുണ്ട്. അങ്ങേരുടെ ചായ തന്നെ ഇരവിച്ചായ. കൊച്ചെ, നിന്നെ ഞങ്ങൾക്ക് പ്രേമിക്കുകയും മറ്റും വേണ്ട.
എത്രയും വേഗം സസ്പെൻഷൻ പിൻവലിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒറ്റ ഇറക്കം ഇറങ്ങും. എന്തിനാ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പെടാ പാടുപെടുന്നു. അച്ഛൻ എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട് പറഞ്ഞു. ആദ്യം കാണുമ്പോഴുള്ളൊരു ദേഷ്യമുള്ളൂ. ഒരിക്കൽ കൂടി കണ്ട കാര്യം ശരിയാവുമെന്നാ തോന്നുന്നത്. ഞാൻ അച്ഛനോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അതാ നല്ലത്. അല്ലെ സേതുവിനും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മേ, അമ്മേ, ഇത്തിരി കാപ്പി താമേ. എന്താമ്മേ, കാപ്പി റെഡിയായില്ലേ? പൂവ് ആ ഫ്ലാസ്കിലിരിപ്പുണ്ട്. അയ്യോ, ഈ കൊച്ചിനെ കണ്ടിട്ടാണ് നീ ബഹളം ഉണ്ടാക്കിയത്? ഏതായി സത്വം? ഞാനും അങ്ങ് പേടിച്ചുപോയി. ഇയാളാ തിരുമുഖം ഒന്ന് തുടച്ചാട്ടെ. മഹാവൃത്തിയോടായിരിക്കുന്നു. സോറി. മകളായിരിക്കും. അതെ, നമ്മുടെ മുറിക്കകത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഇരുമ്പ് സാധനങ്ങളൊക്കെ നോക്കാമെന്ന ആളാ അച്ഛൻ മുറിക്കകത്ത് കയറ്റി വിട്ടിട്ട് അങ്ങ് പോയി. ഞാനതങ്ങ് മറക്കുകയും ചെയ്തു. ഓ, പഴയ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വന്നതാവും അല്ലേ? വളരെ നന്നായി. ആ മുറിയൊന്ന് വൃത്തിയായി കിട്ടുമല്ലോ. അല്ല, പഴയ ഇരുമ്പിന് കിലോയ്ക്ക് എന്ത് വില തരും? അത് ഞാൻ എന്താ വെറുതെ എടുത്തോണ്ട് പോകാനാണോ? ദാസമാസ്റ്റർ കൂടെ വന്ന ആളാ. ചിലപ്പോ നിന്റെ അച്ഛൻ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞു കാണും. ഒരുപാട് ഇരുമ്പില്ലേ? ഒക്കെ ദ്രവിച്ച് നാശമായിരിക്കുക. വളരെ കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്താൽ 5-10 രൂപയ്ക്കുള്ളത് കിട്ടും. നുണ പറഞ്ഞ് പറ്റിക്കാമെന്ന് കരുതണ്ട. ഇയാൾ ഇട്ടിരിക്കുന്ന പാന്റ് ഷർട്ടും ഒക്കെ ഇത്തിരി വില കൂടിയതാണല്ലോ. ഇതുപോലെ ആളുകളെ പറ്റിച്ച് ഒത്തിരി കാശുണ്ടാക്കി കാണും അല്ലേ? അമ്മേ, ആ മുറിക്കകത്ത് പഴയതാണെങ്കിലും വില പിടിച്ച പല സാധനങ്ങളും ഉണ്ട്. ഇയാളെല്ലാം കട്ടോണ്ട് പോയാൽ? എനിക്ക് ഇരുമ്പിന്റെ ബിസിനസ്സേ ഉള്ളൂ, മോഷണമൊന്നുമില്ല. ഒരു ബിസിനസ് ഇപ്പൊ വേണ്ട, അച്ഛനുള്ളപ്പോ വരൂ. കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞെടുത്തോളാം. ഒക്കെ ഇല്ല, പൊയ്ക്കോളൂ. അച്ഛനുള്ളപ്പോഴല്ലാതെ ഒന്നും തൊട്ടുവരുത്. തന്നോട് പോവാനല്ലേ പറഞ്ഞത്? ആ, ഇത് 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 ഇതാ ആ, തരാം. എവിടെ കിടന്നത്? ഓരോ ശല്യങ്ങളൊന്ന് കയറിക്കൊള്ളൂ. അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ? ഞാൻ എന്ത് പറയാനാ? നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ഓ, ഇരുമ്പ് വെച്ചോടക്കാരനോ? എവിടെ ആകെ കുളമാക്കിയല്ലോടി കാർത്തി. അത് ദാസൻ മാസ്റ്റർ അനിയനാ. 2 എമ്മ എടുത്ത ആളാ. ഡബിൾ എമ്മ, ബഹുമിടുക്കൻ. വാസ്തുകലകളെ കുറിച്ച് ചില ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പഴയ ചില താളിയോല ഗ്രന്ഥങ്ങളോ നാണയങ്ങളോ കിട്ടിയാൽ നന്നായിരിക്കുമെന്നും എന്നോട് പറഞ്ഞപ്പോ ആയിക്കോളൂ എന്ന് ഞാനും പറഞ്ഞു. ആണോ? എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞല്ലോ പഴയ ഒരു ഇരുമ്പ് കച്ചവടക്കാരനാണെന്ന്. വെറും ആക്രി. മാക്രി. നീ അങ്ങനെ ധരിച്ച സ്ഥിതിക്ക് ഇനി നിന്നെ തിരുത്തിയോണ്ട് വലിയ പ്രയോജനമല്ലെന്ന് അയാൾ കരുതി കാണും. ചേച്ചേ, ഞാൻ ഒരുപാട് വഴക്കും പറഞ്ഞു. വഴക്കും പറഞ്ഞോ? നിന്റെ തള്ളയുടെ ബുദ്ധി തന്നെയാണല്ലോ ദൈവം നിനക്കും തന്നിരിക്കുന്ന കഴുത ബുദ്ധി. എന്റെ വായിന്നൊന്നും കേൾക്കരുത്. ഈ വാഗുണ്ടൊന്ന് ഒച്ചത്തി പറയാൻ വേണ്ട. ഇനി താഴെ പോരും. വെപ്പ് വല്ലാണെന്ന കാര്യം ഓർമ്മ വേണം. എന്റെ മൂദേവി കിളി വരുന്നുണ്ട്. അൽ ദമാമിന്ന് ഒരു ജോഡി സ്വർണപ്പല്ല്, 5 പവൻ വായിക്കകത്ത്. വിൽക്കാനുണ്ടോ? പഴയ ഇരുമ്പ് സാധനങ്ങൾ വിൽക്കാനുണ്ടോ? വെറുതെ വേണ്ട, നല്ല വില തരാം. പഴയ ഇരുമ്പ് സാധനങ്ങൾ വിൽക്കാനുണ്ടോ? ഒരു പഴയ മൺവെട്ടി ഉണ്ട്, വേണോ? ഇതാരാ? മനസ്സിലായില്ലേ? എന്താ ഉണ്ടെന്ന് പറഞ്ഞ്? മമ്മൂട്ടിയോ? അല്ല, മൺവെട്ടിയോ? പക്ഷെ തൂക്കി നോക്കാതെ എടുക്കാൻ പറ്റില്ല. കാണിച്ചത് വലിയ തമാശയായിപ്പോയെന്നൊന്നും വിചാരിക്കണ്ട. കണ്ട തനി ഇരുമ്പ് കച്ചവടക്കാരനെ പോലെ തന്നെയുണ്ട്. ആ, കറക്റ്റ്. ഇപ്പോഴത്തെ ഇരുമ്പ് കച്ചവടക്കാരൊക്കെ സാമാന്യം യോഗ്യന്മാരാണ്. ദേ സാറേ, സാറ് വലിയ ആളാണെന്നും ഗവേഷകനാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ ഇരുമ്പ് കോമഡി തീരെ ഏറ്റില്ല കേട്ടോ. ഓക്കെ, ലീവ് ഇറ്റ്. തൽക്കാലം നമുക്ക് സീരിയസ് ആവാം. ഹ്യൂമർ ആസ്വദിക്കാൻ കഴിവില്ലാത്ത കുട്ടിയുടെ പേരെന്താ? യഥാർത്ഥ ഹ്യൂമർ ആസ്വദിക്കാൻ നല്ല കഴിവുള്ള എന്റെ പേര് സേതുഭായി എന്നാകുന്നു. കൊള്ളാം, നല്ല പേര്. ലേശൻ രസികത്വം ഇല്ലാത്തവരോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ലെങ്കിലും സാമാന്യ മര്യാദയുടെ പേരിൽ എന്റെ പേര് പറയാം. ഗോപൻ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഗോപൻ ഒരു മഹാവൃത്തിയായിട്ട പേരാണ്. എന്തിനാ ഇപ്പൊ ചിരിച്ചത്? അതിന്റെ അർത്ഥം എനിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ടെന്നല്ലേ?
സേതുഭായ്. കൊള്ളാം. കുറെ നേരമായല്ലോ ഗോവ മുറിക്കാതെ കയറിയിട്ട്. തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അല്ലാതെ താളിയോലയിലെ നാണയത്തിലൊക്കെ എന്തോന്നിരിക്കുന്നു പഠിക്കാൻ. അറിയാത്ത കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ അമ്മയ്ക്ക് പണ്ടേ നല്ല മിടുക്ക. വലിയ പഠിത്തക്കാരി വന്നിരിക്കുന്നു. നീ അവനെ ഇങ്ങോട്ട് വിളിച്ചേ. വന്നി ചായ കുടിച്ചോണ്ട് പോയിട്ട് തപ്പാൻ പറ. മിസ്റ്റർ ഇരുമ്പേ, ഇരുമ്പിനെ അമ്മ വിളിക്കുന്നു. നല്ല കലാബോധമുള്ള പാപ്പീസാണല്ലോ. ഇത്രയും നല്ലൊരു വീണ ഈ ചവറുകൾക്കിടയിൽ കൊണ്ടിടാൻ നല്ല കട്ടിയുള്ള മനസ്സ് തന്നെ വേണം. മോള് വലിയ കലാകാരിയാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നെ വീണ വായിക്കാൻ പഠിപ്പിച്ചു. പിന്നീട് അതൊരു വലിയ കുരിശായി. ആര് വീട്ടിൽ കയറി വന്നാലും ഉടനെ ഞാൻ വീണ വായിക്കണം. കമ്പി പൊട്ടിപ്പോയെന്നും പറഞ്ഞ് ഞാനത് ഒളിച്ചു വെച്ചതാണ്. പക്ഷെ അറിയാവുന്ന വിദ്യ സാധകം ചെയ്യാതെ നശിപ്പിച്ചു കളയുന്നത് ദൈവദോഷമാണ്. ഒരു പ്രദർശന വസ്തുവായി അരസികന്മാരുടെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീണ കുറച്ചൊന്ന് വായിച്ചാൽ തരക്കേടില്ല. ദേവി ഇത് ഉപദ്രവിക്കില്ലേ? അച്ഛൻ കണ്ടാ പിന്നെ ഇത് പ്രശ്നമാവും. ഇല്ലെന്നേ. സേതു വീണയിൽ മീട്ടുന്ന സ്വരങ്ങൾ ഞാൻ എന്റെ തൊണ്ടയിൽ കേൾപ്പിക്കാം. എന്താ, എന്നോട് മത്സരത്തിനുണ്ടോ? ഞാൻ ഒരു മത്സരത്തിനുമില്ല. വാ. അയ്യോ, ഞാൻ പറയുന്ന കേൾക്കുന്നേ. ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. പ്ലീസ്. കമ്പി പൊട്ടിപ്പോയെന്ന് സേതു നുണ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു മത്സരം നടത്താൻ പോവുക. അങ്ങനെ തോപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാനാണ് അവളെ വീണ പഠിപ്പിച്ചത്. എന്താ കാര്യം? വീണയിലെ സ്വരത്തിനൊത്ത് നിമിഷ കവിത ഉണ്ടാക്കി ഞാൻ പാടുമെന്ന് പറയായിരുന്നു. എങ്കിലും അതൊന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല. എന്നാ വിടരുത് മോളെ. കാണിച്ചൂട് മോളെ, പുതുശ്ശേരി തറവാട്ടുകാരുടെ മിടുക്ക്. ശരി, തുടങ്ങാം. ഇല്ല, ഒന്നും പറ്റില്ല. How is it? യെസ് യെസ്, വളരെ ഇത് സംസ്കൃതമാണെന്ന് തോന്നുന്നില്ല. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇത് പക്ഷെ അത്ര പഴയതൊന്നുമല്ല. പഴയതാകണമെന്നില്ല. വാസ്തുശില്പങ്ങളുടെ കാലനിർണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഭാഗ്യം. പഴയ ലിപി അറിയാവുന്ന ആരുണ്ട് ഇവിടെ? ആ, വഴിയുണ്ട്. ആളെ പറഞ്ഞുതരാം. ആദ്യം നീ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്ക. ആരാ മനസ്സിലായില്ലല്ലോ. ദാസേട്ടൻ പറഞ്ഞു ഗുരുക്കളൊരു സംസ്കൃത പണ്ഡിതനാണെന്ന്. ആ ദാസേട്ടൻ അതാര്? സരസ്വതി വിലാസം ചായക്കടയുടെ അല്ല, UP സ്കൂളിലെ മാഷ. ദാസേട്ടന്റെ ഏട്ടനാ. ഇരവിരാമപിള്ളയുടെ പഴയ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന. ഓ, നമ്മളെ ദാസൻ മാസ്റ്റർ ആ. അരിജനാണോ? അപ്പൊ ഇങ്ങോട്ട് കയറട്ടെ, ഇങ്ങോട്ട് കയറട്ടെ. ഇവിടെ വരിക. അല്ല, ഇവിടെ അങ്ങോട്ട് കയറുക. ഇവിടെ വരിക, ഇവിടെ വരിക. വേഗം പോയി ചിക്കിലേക്ക് വരിക. ഒട്ടും താമസിക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേഗം വരിക. എനിക്കിരിക്കുക. നല്ല അനുസരണോ. എന്താ, സംസ്കൃതം പഠിക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? അല്ലല്ല, എനിക്ക് ഒരു ചെമ്പ് തകിട് കിട്ടിയിട്ടുണ്ട്. ഓ, അതിൽ സംസ്കൃതത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ, പുതുശ്ശേരി തറവാടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന വല്ല തെളിവുകളും കിട്ടുമെന്ന് അറിയാനാണ്. ഓ. ചില അക്ഷരങ്ങള് മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആശയങ്ങൾ വെക്കുകയല്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇടത്തും വലത്തുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഇടയിൽ മാഞ്ഞു പോയിട്ടുള്ള അക്ഷരം ഏതാന്ന് ഞാൻ ഗണിച്ചു നോക്കാം. അതിന് കുറച്ച് സമയമെടുക്കും. നാളെയോ മറ്റന്നാളോ ഇതുവഴി വരുമ്പോ ഞാൻ ശരിപ്പെടുത്തി തരാം. എന്ന് ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. അയ്യോ, എന്റെ അമ്മ! അയ്യോ! താനായിരുന്നോ? ഉയരെടുത്തു പോയല്ലോടോ. 5 മണി മുതലേ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ വഴിയിൽ കാത്തു നിൽക്കുക. എന്തിന്? മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലാനോ? ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. എന്നാ താനും കയറി ഇരിക്കുക. എനിക്കിപ്പോ ഒരിടത്ത് ഇരിപ്പുറച്ചില്ല. പ്രദേശം കൊണ്ട് ഇറങ്ങിയാട്ടെ.
എന്തുവാടോ? പറയാം. പക്ഷേ എന്ത് പക്ഷേ? എന്നെ പിള്ളേച്ചൻ തെറ്റിദ്ധരിക്കരുത്. ഇല്ല. പിള്ളേച്ചന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സൂത്രം കൈവരാൻ പോവുകയാണ്. എന്തുവാടോ താനീ പറയുന്നേ? വിശദമായി പറയുന്നതിന് മുമ്പ് പിള്ളേച്ചൻ എനിക്ക് ഉറപ്പ് തരണം. എന്തുറപ്പ്? കിട്ടുന്നതിൽ പാതി. എന്താണെന്നറിയാതെ? എന്തായാലും ശരി. പോരാ, ആണയിടണം. എന്റെ ഒറ്റ മകളാണ് സത്യം. കിട്ടുന്നത് പാതി. ദാസൻ മാസ്റ്റർക്ക് പിള്ളേച്ചൻ വിറ്റ് കഴിഞ്ഞ പുതുശ്ശേരി തറവാട്ടിലെ നടുമുറ്റത്തുള്ള കുളത്തിൽ വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ഒരു നിധികുംഭം അടക്കം ചെയ്തിട്ടുണ്ട്. പരദൈവങ്ങളാണ് സത്യം. ജലാന്തർഭാഗെ വെള്ളത്തിനടിയിൽ മധ്യേ കമലതളം, താമര അടയാളം. മുക്കോ ത്രയങ്കുലം കുഴിച്ചു ചെന്നാൽ സൂര്യപ്രഭോ നിധികുംഭ. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന നിധികുംഭം. നമസ്കാരം. അല്ല, ആരൊക്കെയാ ഇത്? മേലേക്ക് വന്നാട്ടെ. പാടോ. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല മാഷെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ അതെ, ഞങ്ങളുടെ കടമയല്ലേ. ഈശ്വര, എങ്ങനെ കിടന്നിരുന്ന വീടാ? അതെ, മുഴുവൻ മാറാല പിടിച്ചു. ശരിയാ. അടിച്ചു വാരാൻ ആരായിരിക്കുന്നേ? അതും ശരിയാ. കൊള്ളാം. ഇങ്ങോട്ടിരിക്കാം. വടി പിടിയിടോ. ഇരിക്കാം. ഇരിക്കാം. ഇരി ചന്തുവേ. ആട്ടെ മാഷേ, ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രേതോപദ്രവമോ മറ്റോ? അല്ല, അറിയണമല്ലോ. പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ്ശെ തന്നു തുടങ്ങാം. അയ്യോ, ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത്? അല്ല, എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. മാഷേ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ, കാശല്ല വലുത്, മനുഷ്യര് തമ്മിലുള്ള സ്നേഹമാ. മാഷേ, മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ വീട് മാഷുക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ. കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു. അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണേ. ശരിയാണ്. പണിക്കര് പറഞ്ഞല്ലോ, വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നെന്ന്. എന്നാ സത്യം അതല്ല മാഷേ. അന്ന് മുതൽ ഇന്നു വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി. ദൈവങ്ങളാണേ. എടാ ഇരവി രാമൻപിള്ളേ, കുലദ്രോഹി, സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകൾ ഒന്ന് അടങ്കം എന്നെ കിടത്തി പുറപ്പിക്കൂല മാഷേ. ഞാൻ അധികം വളച്ചു കിട്ടുന്നില്ല. മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം. വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി. എനിക്ക് മനസ്സമാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങാമല്ലോ. തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയുടെ അല്ല, ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന അത്രയും പലിശ തരാം. അല്ല, അതൊന്നും അല്ല. നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാ ഞാൻ അങ്ങോട്ട് തന്നത്. പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ വൈകിയാ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ തരാം. അയ്യോ, 10,000 രൂപയോ? അല്ല, അയ്യപ്പൻ ചേട്ടന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ?
ആ അങ്ങനെ പോകുന്നു. ദാസേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ് ചന്തുവേ. എന്തുവാ ദാസേട്ടാ? താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞെടുക്കുന്ന ദാസേട്ടൻ പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പാവത്തിന് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ കേട്ടില്ലേ? ഉറക്കം വരുന്നില്ലെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കഴിക്കട്ടെ. എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പതുക്കെ വീടാക്കി വിട്ടുകൊടുത്താലും നിന്റെ ഗവേഷണത്തിനൊന്നും അങ്ങനെ എതിര് പറയൂല. ഈ വീട്ടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് ദാസേട്ടൻ അറിയില്ല. മുടക്ക് മുതൽ ലാഭം തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂയും ദാസേട്ടൻ പറയുന്ന വാല്യൂയും രണ്ടും രണ്ടാണ്. എടാ ഞാൻ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലടോ ഇത് പ്രശ്നം അതല്ല. വീട് ഒഴിയാൻ ദാസേട്ടന് മാത്രമല്ല എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല. ഗോപൻ കുഞ്ഞ് ഇപ്പൊ വന്നതല്ലേ? ദാസമാഷ് പറയട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് വിട്ടി തമാശ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത്? ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടുന്ന് ഒന്നും ഒരു ഇഷ്ടം. രേഖാമൂലം വീടെഴുത്തുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒരു പ്രശ്നമാണല്ലോ. താനൊന്നും ഉണ്ടായിരിക്കണം. രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീട് എഴുതി കൊടുത്തത്. ഇനിയിപ്പോ വിറ്റിട്ടില്ല എന്ന് രേഖ ഉണ്ടാക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ വെറുതെ നിർബന്ധിക്കുന്നതിന്. ദാസമാഷ് എന്ത് പറയുന്നു? മാഷ് പറ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 25,000 50,000 നിങ്ങൾക്ക് അധികം തരാം. പക്ഷെ എനിക്ക് നിർബന്ധമായും വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. കാശല്ല പ്രശ്നം. പിന്നെ എന്തൊലക്കെയാണോ പ്രശ്നം? എവിടുന്ന് വന്നടാ ശ്രീകരൻ? ഹലോ, യെസ്. നിങ്ങൾക്ക് എന്നെ തന്തയാവാനുള്ള പ്രായമുണ്ട്. വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചുപയോഗിച്ചാൽ കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നെ ഒഴുകിക്കളയോ? ക്ഷമിക്കണം പിള്ളേച്ച, പയ്യനല്ലേ, ഇവരെല്ലാഞ്ഞിട്ടാ. ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഒന്നും മിണ്ടായിരിക്കുമോ? പിള്ളേച്ചൻ ആരാണെന്ന് വിചാരിച്ചിട്ടാ കിടന്ന് വിലസുന്നത്. വന്നാട്ടെ പിള്ളേച്ച. ആലോചിക്കാൻ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നു. പാലക്കാട്ടുകാരി എന്റെ നാട്ടിൽ വന്ന് എന്നോട് മത്സരിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഇരവി രാമൻപിള്ളയാണ്, പപ്പനാവന്റെ മണ്ണ് ജനിച്ചവൻ. അതത്ര നല്ലതല്ല. അഹോ, അയ്യോ അയ്യോ. ഓടിക്കളഞ്ഞാലോ? അലപ്പന്തിര അങ്ങനെ ഓടുന്നു. ഇതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഓഹോ, 100 ആയുസ്. ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. അല്ല, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ആളെ പിന്നെ കണ്ടില്ലല്ലോ എന്ന്. പിന്നെ അന്നത്തെ തകിടില്ലേ, അതൊരു പ്രേതലേഖനായിരുന്നു. ഓ, അതായത് 100-200 വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന ഒരു കുഞ്ചിത പാദം അന്നത്തെ ഗൃഹനാഥന്റെ മകൾക്ക് വളരെ രഹസ്യമായിട്ട് എഴുതിയ ഒരു പ്രേമലേഖനായിരുന്നു. ആദ്യത്തെ കുറെ അക്ഷരങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ച് വായിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പുതുശ്ശേരി തറവാടിനെ പറ്റിയുള്ള എന്തോ രേഖയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് തോന്നിയതല്ല, ഞാൻ വ്യക്തമായി വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതാ. എവിടെ ആ തകിട് കാണട്ടെ? അതെ, ഞാനല്ല, ഇവിടെ ഇരവി രാമൻപിള്ള ഒരു പ്രശ്നം നോക്കാൻ വേണ്ടി വന്നിരുന്നു. തകിട് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ആ തകിട് അദ്ദേഹത്തിന് വേണമെന്ന്. അദ്ദേഹത്തെ തകിട് കാണിച്ചെന്തിനാ? അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്ത തകിടായിരുന്നല്ലോ. എടുത്തെങ്കിൽ എടുത്ത ആളിന് എന്നെ തിരിച്ചു കൊടുക്കാൻ അറിയായിരുന്നു. എന്നോട് ചോദിച്ചപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു പോയി. അപ്പഴേ കുറ്റി എനിക്ക് ഈ സ്വല്പം തിരക്കുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അച്ഛനുണ്ടോ? ഉണ്ടല്ലോ, വരൂ, അകത്തിരിക്കാം. ഇരിക്കൂ. എന്തായി, ഗവേഷണമൊക്കെ കഴിഞ്ഞു? ഇടയ്ക്ക് വെച്ച് ഗവേഷണത്തിന്റെ സബ്ജക്ട് മാറിപ്പോയി. വാസ്തുകല വിട്ടോ? വാസ്തു മാത്രം വിട്ടു. പിന്നെ കല. കലയോട് കൂടുതൽ അഭിനിവേശം തോന്നിയതുകൊണ്ട് വാസ്തുവിന് വിടേണ്ടി വന്നു. എന്ത് കല?
അത് പല കലകളുണ്ടല്ലോ. ഇപ്പോ ഈ ഹാർമോണിയം, തബല, പിന്നെ വീണ, ഇതൊക്കെ ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈ വീണയുടെ കാര്യത്തിലാണ് ഞാൻ വല്ലാതെ വീണുപോയത്. ആരോടാടി നീ കൊഞ്ചുന്നോ? നിനക്കെന്തോടാ? അല്ല, ഞാൻ കണിയാന്റെ കയ്യിൽ ഞാനൊരു തകട് കൊടുത്തിരുന്നു. അതൊന്ന് തിരിച്ചു കിട്ടിയാൽ. എനിക്ക് സൗകര്യമില്ല തരാൻ. ഇനി ഈ വീടിന്റെ പടിയടക്കം വേണ്ട. അച്ഛാ, അകത്ത് പൊടി. മര്യാദക്ക് വീടൊഴിയുന്നതാണ് അനിയന്റെയും ചേട്ടന്റെയും ആരോഗ്യത്തിന് നല്ലത്. അത് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഓർത്ത് സാർ അല്പം പോലും വിഷമിക്കാൻ വേണ്ട. ഇറങ്ങി പോടാ. മാഷേ, ദാസൻ മാഷേ, ദാസൻ മാഷേ, ഇവിടെ ഇല്ലേ അവൻ? ഇവിടെ തന്നെയും പുറത്ത് കാണുന്നില്ലല്ലോ. ദാസൻ മാസ്റ്ററേ, എന്താ വേണ്ടത്? ഞങ്ങളെ തന്നെ കാണാനല്ല, മാഷെ കാണാനാവണോ? എന്താ കാര്യം? അത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ പിന്നെ ആരാ, പെണ്ണാണോ? എന്ന് ചോദിച്ചാലിപ്പോ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് സംശയം തീർക്കുന്നത് എങ്ങനെയാ? ഉടക്കാനുള്ള പ്ലാനാണോ? ഉടക്കാനുള്ള കൈത്തരിപ്പൊക്കെ ഉണ്ട്, പക്ഷെ തണ്ടി അല്ലല്ലോ. കാര്യം പറ തോമാച്ചേട്ടാ. കേൾക്കുന്നില്ല, മതിയല്ലോ അടുത്ത പടി. നിന്റെ ചേട്ടനെ വിളി. മാഷെ ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പഴേ പിള്ളാച്ചന് വീടൊഴിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ താനാ ഇടങ്കോലെന്നാണ് കേട്ടല്ലോ. നേരാണോ? അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ടവരാ ഞങ്ങളൊക്കെ. ഞങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയാ എതിര് മുതലാളിയുടെ ഒരു പ്രശ്നം നാടിന്റെ ഒരു പ്രശ്നമാണ്. പിള്ളേച്ചന് വീട് വേണമെന്ന് പറഞ്ഞാലേ ഒഴിയണം. കണ്ട പാലക്കാട് എന്നൊക്കെ എവിടെ നാട് ഭരിക്കാൻ നിന്നാലേ. ഉള്ള കാര്യം പറ. ഒഴിയുന്നോ അതോ ഒഴിപ്പിക്കണോ? അത് തന്നോട് പറയേണ്ട കാര്യം എന്താ? താനോ? അയ്യോ, തോമാച്ചനെ കയറി താനെന്നോ? പിന്നെ അച്ഛാന്ന് വിളിക്കണോ? വേണം, തോമാച്ചാന്ന് വിളിക്കണം. വാ ഉത്തരവ്. ഞാൻ ഇയാളെ പട്ടിന്ന് വിളിക്കാത്തത് ഇയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുള്ളതുകൊണ്ടാ. നോക്കി നിൽക്കുന്നോടാ. എങ്ങാണ്ടെന്ന് വന്ന ഒരു തെണ്ടി എന്നെ പട്ടിയെന്ന് വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നോടാ. നീ എന്താ വിളിച്ചത്? പട്ടിന്നോ? വേണമെങ്കിൽ ഒരു വിശേഷണം കൂടി ആവാം. തെരുവ് പട്ടി.
പിള്ളേരുടെ റൗഡികളാ. വല്ലതും പറ്റിയോ? ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. സൂക്ഷിക്കണം, ആ തോമാ വിഷപ്പാമ്പാ, പോരെങ്കിൽ പിള്ളേരുടെ കമ്പനിയും. ഇനി എന്തോ സൂക്ഷിക്കാൻ? ഇനി ഇവിടെ നിറങ്ങണാൽ തലയറുത്തിരുന്ന. നീ വാ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ആ പോവാ. ആ പോ. ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. നിലവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളേച്ച, കൊടുക്കാൻ പോയപ്പോ കൊണ്ട് കാണും ഇല്ലടോ. കൊള്ളും കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കലായിരിക്കണം. നീ തറുതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചാൽ അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ മുതലാളി. 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ഒരുപാട് മറ്റേ വർത്തമാനം പറയുന്നു. തോമാ ഒരു കാര്യം വെച്ചാൽ അത് നേരിട്ട് വന്നിട്ടുള്ളൂ. ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ എന്തുവേ? ഗണകന്റെ അറ്റ കൈയൊന്ന് നോക്കിയാലോ? എന്ത് ക്ഷുദ്രം? ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങൾ വീടൊഴിയും. അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി, സാറേ. ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താതെ പോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇനി അധികം വച്ച് നീട്ടിയ ഈ വീട്ടു പഠിക്കാൻ ഞങ്ങൾ ശവം കാണും സാറേ. അപ്പൊ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ആ ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാകുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. അതെ നിന്നേ. സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ചേട്ടാ, പക്ഷേ കിട്ടിയത് പോരല്ലേ? എന്റെ ദൈവമേ, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ചാത്തനേർ നീ എന്തെല്ലാം അനുഭവിക്കണോ ദൈവത്തിനറിയാം. ഇതൊക്കെ അന്നേരം ആലോചിക്കണമായിരുന്നു. 3 പേരും 3 ഡയറക്ഷനിലോട്ട് പോകണം. എറി കണ്ടാ ഒരു സംശയം തോന്നരുത്. പിന്നെ തമ്മി എറി കൊള്ളരുത്. കൊണ്ടുകഴിഞ്ഞ് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. നീ ആരുടെ കമാൻഡ് വേണു കേട്ടല്ലേ? കിട്ടുന്ന ലക്ഷണമുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മാറ്റി. നീ വാക്ക് വാശത്തോട്ട് വയ്ക്കും. ഞാൻ ഈ ഭാഗത്ത് കാണും. എറിയുമ്പോ സൂക്ഷിക്കണേ. ഗോപാ, ഗോപാ. ആരോ കല്ലെറിയുന്നല്ലോ. അല്ലോ, ഏതാണത്? ആ ടോർച്ചിങ്ങ നമുക്ക് പോയി നോക്കാം. ഈ രാത്രിയിലോ? പിന്നെ ഇപ്പൊ കല്ലെറിയുന്നതിന് രാവിലെയാണ് പോയി നോക്കുന്നത്. ഇപ്പൊ പുറത്തിറങ്ങുന്നത് ബുദ്ധിയല്ല. എന്റെ ദാസത്തിന് പേടിയുണ്ടോ? എന്റെ പേടി അതല്ല. ഈ നാട്ടുകാർ പറയുന്ന പോലെ ഇത് ശരിക്കും ചാത്തനാണോന്നാ. അത് ശരി. 2 കല്ല് കണ്ടപ്പോ ദാസേട്ടന്റെ യുക്തിവാദമൊക്കെ തീർന്നോ? തീർന്നിട്ടല്ല. ചാത്തനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതാ യുക്തി. അതെ, ഗോപാ, ഇപ്പൊ പുറത്തിറങ്ങരുത്. ചാത്തനെങ്കിൽ ചാത്തൻ കണ്ടിട്ട് എന്നെ കാര്യം. എന്ത് വന്നാലും നിന്നെ ഞാനിപ്പോ പുറത്ത് വിടില്ല. ആരാണത്? ചേട്ടാ, ആ തോക്കി എടുക്ക്. തോക്കോ? ആ തോക്കേ, റൈഫിൾ. ഇവനൊക്കെ എന്ത് കാച്ചിട്ടുന്ന കാര്യം? ഓടിക്കോടാ, അവന്മാര് തോക്കെടുക്കാൻ പോണു. അതേ ഉന്നമില്ലാത്ത പാർട്ടികൾ നേരെ നമ്മുടെ തലയിൽ തന്നെ ഓടിക്കട്ടെ.
തോക്കുള്ള ഓരോ ഇരവി ദരിദ്രവാസി പറഞ്ഞില്ലല്ലോ അയ്യോ വെടി വരും അയ്യോ അയ്യോ ഇത് കേട്ടില്ല അയ്യോ അയ്യോ അപ്പൊ സൗകര്യമല്ലോ ഗോപ പേടിയുണ്ടോ നീ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട വേണമെങ്കിൽ ഇവിടെ കുടിക്കോ ചേട്ടൻ കിടന്നോ ചാത്തന്മാർ ഇനിയും വരുന്നുണ്ടോന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ ആ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണേ ഓ ലൈറ്റ് ഓഫ് ചെയ്യണ്ട ആ ദാസമാഷ്ട പ്രേത ബംഗ്ലാവിൽ ചാത്തൻ വന്നു മാത്രമല്ല എടുത്താ പങ്ങാത്ത കല്ലുകൊണ്ട് ചാത്തൻ കരപറാൻ നിറഞ്ഞെന്ന് ഉള്ളതാണോടാ വെറുതെ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. എന്റെ അയ്യപ്പൻ ചേട്ടാ അവിടെ മുറ്റത്ത് നിറച്ച് ആളുകൾ കൂടിയിരിക്കുക. തെക്കുന്നും വടക്കുന്നും 3-4 ചാത്തന്മാർ ചരപറാന്ന് മത്സരിച്ചിറങ്ങി. ആ ചത്തുപോയ ശാന്തപ്പെണ്ണിന്റെ പ്രേതമായിരുന്നെങ്കിൽ ഒരു വശത്ത് നിന്നല്ലേ ഏറി വരൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊന്നുമല്ല, ഇക്കാലം അത്രയും ഈ പ്രദേശത്തൊക്കെ കാണാത്ത അലവരാതി ചാത്തന്മാര് ഇത്ര പെട്ടെന്ന് എവിടെന്നാ ആകാശത്ത് പൊട്ടി വീണതോ അതോ ഭൂമി ഇങ്ങനെ പൊളച്ചു കുത്തിയതോ? എടാ ഈ ചാത്തന്റെ ഉത്ഭവ രഹസ്യം ഒന്ന് അറിയണമല്ലോ. രാമൻ ചടിഞ്ഞു വന്നേ വലിക്കാതെ നിങ്ങൾ ആദ്യം കയറി ഞാൻ പിന്നാലെ മാഷാകത്തോട്ട് പേടിക്കണ്ടല്ലോ. കഞ്ഞോട്ട് മാറിയിക്ക എന്തോ നടത്തിട്ട് കാണാനുള്ളൂ. മാറിയിക്കണേ. എടാ നിങ്ങൾ ആരും ഇതുവരെ ചാത്തനെ കണ്ടിട്ടില്ല? കണ്ടു. എന്താ ഉണ്ടായത്? ദാസേട്ടൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി എന്നെ ചാത്തന്മാർ ഞാൻ പിടികൂടിയാണ്. ഈ ചാത്തൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല മാഷെ. ചാത്തനെ പിടികൂടാ എന്ന് ശ്രമിക്കുന്നൊക്കെ വെറും പോഷ്ക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവമില്ല, ചാത്തനില്ല, പ്രേതമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാ. എന്റെ കൂടെ തന്നെ എത്ര പ്രേതങ്ങൾ നടക്കുന്നു. ചെമ്പിലെ തങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ചരട് ജപിച്ചെത്തിയാലോ മാഷേ? ഞാനൊരു യുക്തിവാദിയാണ്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ആരുടെ ചാത്തനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇതിപ്പോ പിള്ളേരുടെ യാത്രയാണോ യഥാർത്ഥ യാത്രയാണോ എന്നറിയാൻ നമുക്ക് നമ്മുടെ ജീവിതം പണയം വെക്കണോ മാഷേ? നമുക്ക് നമ്മുടെ പഴയ ഒന്നും ഉണ്ടാതിരടെ. ഇതിന്റെ മറ്റൊരുത്ത് കഴിയുന്നതിലും ഭേദം വല്ല ചാത്തന്റെ ഏറ് കൊണ്ട് ഇവിടെ കിടക്കുക. ഒന്നുമില്ലേലും ഇതൊരു പഴയ തറവാടല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വഴിക്ക് കൊണ്ടുപോകാൻ കൊള്ളുകയല്ല. അവിടെ എങ്ങനെ തിന്നുകൊണ്ട് കിടന്നോന്ന് പറഞ്ഞതാ ഈ ഞവണി ഒരുത്തന അതിനൊക്കെ കാരണം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഏത് ചാത്തനായാലും പോത്തനായാലും ഞങ്ങൾ ഈ വീട് ഒഴിയുന്ന പ്രശ്നമേ ഇല്ല. ആ പിള്ളേ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്താ മാഷേ? അവര് കണ്ടമാനം ഉപദ്രവിച്ചോ മാഷേ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ? അച്ഛൻ പറഞ്ഞു പ്രേതം വന്നു ഉപദ്രവിച്ചു എന്നൊക്കെ. ദേ തടവാൻ വേണ്ടി തന്നയച്ചതാ തൈലം. എവിടെ വേദന ഞാൻ പരട്ടി തരാം. കൈപ്പുണ്യമുള്ള കൈയെന്ന അമ്മ പറയുന്നത്. എന്നെ ആരും ഉപദ്രവിച്ചില്ല. എനിക്ക് അവിടെ വേദനയില്ല. ആ അത് കള്ളം. മാഷ കണ്ടാൽ അറിയാലോ വേദനയുണ്ടെന്ന്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു വേദന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വരുന്നത് മാഷക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്താണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി നാറ്റിക്കാൻ. അല്ലെങ്കിൽ തന്നെ പിള്ളേം കൂട്ടി നോക്കിയിരിക്കുക. മാഷക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആര് കണ്ടാലെന്താ? ഇടൂ, ആളുകൾ എന്നെ കുറ്റം പറയൂ. ഞാൻ ഒരു സ്കൂൾ മാഷാ. പള്ളിയിലെത്തിനൊന്നും അല്ലല്ലോ, മാഷല്ലേ. ഒരു പേടിത്തന്നെ മാഷ്. നീ ഒരു ഉപകാരം ചെയ്യാവോ? ഒന്ന് പോയി തരാമോ? ആ ഗോപൻ ഇപ്പൊ വരും. അവൻ അമ്മയ്ക്ക് എഴുതും. പിന്നെ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ ഒക്കില്ല. മാഷക്ക് ഇഷ്ടമല്ല, ഞാൻ പൊയ്ക്കോളാം. ആ പൊക്കോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളയും. ആ
കോമ ഒന്ന് എഴുന്നേറ്റേ. ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ടാ മനുഷ്യനെ ശല്യം ചെയ്യാതെ. ഒന്ന് വേഗം വെച്ച് കെട്ടടേ. ഈ വേഷത്തിലെങ്ങാനും പൂവാലന്മാര് കണ്ട തട്ടി റൂമിൽ കയറ്റും. പിന്നെ ആ കൂടെ ചളമാവും. ഏറ്റ് കാണുമല്ലയാ? പിന്നെ ഏറ്റ് കാണുമെന്നോ? അവന്മാരെ ഇറന്ന് പെടുത്ത് കാണും. ഒരു വീഡിയോ സെക്സ് കാണിക്കാടേ. ചരക്ക് അതിനകത്ത് തന്നെ സെക്സ് കാണണോ? എനിക്ക് പേടിയാണ്. ഇതിനെ പറ്റിയല്ലോ തകർന്നോ? ഒന്നും ചെയ്യലണ, ഒരു തമാശക്ക് ചെയ്തേണ. അമ്മുമ്മേരെ തമാശ. അയ്യോ ഓടാ ഓടാ. വാ കേട്ടോ ബാബാ, എന്റെ വാദം 100% ശരിയാണെന്ന് എനിക്കിന്ന് ബോധ്യമായി. എന്ത് വാദം? യുക്തിവാദം. അതെന്താ? ഈ ലോകത്ത് ഭൂതപ്രേത പിശാചുക്കൾ ഇല്ല എന്ന്. ഓ അത് ശരി. ആ. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്ത് കാണാൻ? പ്രകാരങ്ങൾ എന്നെ പിടിച്ച് വിഴുങ്ങോ? എന്നാ ഞാൻ നാളെ നാട്ടിലേക്ക് മോനെ, പറയാം. ചതിക്കല്ലേ? അങ്ങനെ വാ, വഴിക്ക് വാ കൊച്ചു കള്ള. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതും നടത്തിയതും എന്നോട് ആലോചിക്കാതെയാണ്. നിങ്ങളുടെ എല്ലാ വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്റെ വീട് എനിക്ക് വിട്ടുകിട്ടണം. അത്ര മാത്രമേ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളൂ. അപ്പോൾ പ്രേതങ്ങളെയും ചാത്തിനെയും ഒക്കെ പറഞ്ഞു വിട്ടത് പിള്ള തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെയൊക്കെ പുറകിൽ ഈ കണിയാനും ചന്തു പണിക്കരുമായിരുന്നു. പിള്ളേച്ചൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അത്രയോ ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. ഞങ്ങൾ നിരപരാധികളാണ്. നിന്റെയൊക്കെ സസ്പെൻഷൻ ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ? മൂപ്പിനെ ഞങ്ങൾക്ക് മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. ആ, എന്റെ കൈകൊണ്ട് എനിക്ക് അവിടെ വരണം. ചുമ്മാ ഓടാനില്ലേ? വിറ്റ് കഴിഞ്ഞ വീട് വീണ്ടും തിരിച്ചു ചോദിക്കുന്നതിന്റെ ഉദ്ദേശം സ്വപ്നം. ആ, സ്വപ്നം. സ്വപ്നത്തിൽ പരദേവതകൾ വന്ന് എന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഉടൻ വീട് തിരിച്ചു വാങ്ങണം എന്നാണ് കാണുന്നത്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണല്ലോ വീട് വിറ്റത്. ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഓരോ തവണയും ഓരോ രീതിയിലാണോ? ആണോ എന്ന് അത് പ്രശ്നം വെച്ച് എരപ്പാളയോട് ചോദിക്കണം. എന്താണോ പ്രശ്നത്തിൽ കാണുന്നത്? എന്താ പ്രശ്നത്തിൽ കാണുന്നത്? അതായത് ഈ പ്രശ്നത്തിൽ കാണുന്നത് ഈ എത്രയും വേഗം ഈ വീട് വിട്ടു കിട്ടിയില്ലെങ്കിൽ പുതുശ്ശേരി തറവാട്ടിൽ പല ജീവനാശങ്ങളും സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ കാണുന്നത്. ഇയാൾ വെറും നുണയനാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോൾ സംസാരിച്ചാൽ മതി. എന്ത് വന്നാലും വീട് തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല. അത്ര മാത്രമേ അയാൾ ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കൂ. ഇറങ്ങി പോടോ. അത് പറയാനുള്ളവർ പറയട്ടെ. ഉണ്ടാക്കി ആരും മിണ്ടരുത്, ആരും മിണ്ടരുതെന്ന്. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? ഇത്രയും ആയ സ്ഥിതിക്ക് രണ്ടിൽ നിറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ. എങ്കിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒഴുകും. ഓഹോ, താനാണോ ഒഴുക്കുന്ന ആള്? കിട്ടിയതൊന്നും പോരായിരിക്കും. എവിടെ നിന്ന് കിട്ടി? എന്റെ കൈ കരുതുക മനസ്സിലാക്കിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് അടിയടാ അവനെ. ആരെ? ആരെ വേണമെങ്കിലും അടിക്കട്ടെ, നമുക്കെന്ത് പൂജ. ചന്തയാ? സുമാരി, വെറുതെ ഇരി. രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവി രാമപിള്ളയുടേതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് ദാസൻ മാസ്റ്റർ കൈമാറിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ദാസൻ മാസ്റ്റർക്ക് താമസിക്കാൻ വേറൊരു വീട് ഇരവി രാമപിള്ള സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നേ തെറ്റില്ല. വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വീട് ഒഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം. വേറെന്തോന്ന്? തന്റെ അമ്മായിയമ്മയുടെ കല്യാണം. അയ്യോ ദയവ് ഇത് പ്രശ്നം വഷളാക്കരുത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അത് നിങ്ങളാരും മറക്കരുത്. മറക്കും. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും. എന്ത് വില വന്നാലും വീട് തിരിച്ചു തരില്ല. ഈ നാട്ടിലെ തൊഴിലാളി വർഗം ദാസൻ മാസ്റ്റർ പുറകെ അണിനിരന്ന് കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റ് മുമ്പാകെ വെക്കുകയാണ്. എല്ലാവരും കേട്ടോളി. പുതുശ്ശേരി തറവാട്ടിലെ ഈ രവി രാമൻപിള്ള
ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതാണ്. പ്രസിഡന്റ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. ദാസമാസ്റ്റർ എന്ത് പറയുന്നു? എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ്. പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം റെഡി. ദാസേട്ടാ, ഈ വീടിന്റെ വില ദാസേട്ട മറന്നോ? നീ ഒന്നും മിണ്ടാതിരിക്കെ. മറ്റൊരാളുടെ ശാപമുള്ള വീട് നമുക്ക് വേണ്ട. താമസിക്കാൻ പുതിയൊരു വീട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് അവസാന തീരുമാനമായി കരുതാവോ? എനിക്ക് സമ്മതമാണ്. എനിക്കും ഇത് നല്ല തീരുമാനമാണ്. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. പിള്ളേച്ച് ഇങ്ങോട്ട് വാ. വാന്ന്. ദാസമാസ്റ്റർ വാ. താൻ പോയി. വാ ദാസമാസ്റ്റർ, വാന്ന്. കൈയ്യെടു. പിടി. നാളെ തന്നെ ഞാനും കുടുംബവും ഇങ്ങോട്ടേക്ക് മാറും. മാഷ് അറിഞ്ഞോ? എന്താ? ചായക്കടക്കാരൻ അയ്യപ്പനാന്റെ മോളെ കിണറ്റി ചാടി. റാണി, ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. എന്നോട് ഈ ചതി വേണമായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉണ്ടായിരുന്നുള്ളേ. അറിയാതെ അയ്യപ്പൻ ചേട്ടാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇനി എന്ത് സമാധാനമാണോ? എന്റെ മോളെ കൊന്ന കാലം വന്നേ. ഇനി എന്തിനാണാ വരുന്നത്? ദൈവം ചോദിച്ചോളുവേ. അയ്യോ, എനിക്ക് വയ്യ കേട്ടോ. എന്റെ അമ്മേ, ഇച്ചിരി വെള്ളം താ. എനിക്ക് വയ്യേ എന്റെ അമ്മോ. പുല്ല്. പൊന്നുമോളെ, എന്റെ മോളെ. റാണി, എന്ത് വിവരക്കാരാ മോളെ നീ കാണിച്ചത്? മാഷ് പറഞ്ഞില്ലേ ഇനി കാണണ്ടെന്ന്? മാഷ് പറഞ്ഞില്ലേ ചത്തോളാൻ? ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ആളുകൾ കണ്ടോണ്ട. ഇല്ല, ഞാനിപ്പോ ചത്തേനെ. അപ്പൊ തരില്ല മാഷിന്റെ വിഷമം. ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. ഞാനില്ലേ നിനക്ക് വണ്ടി? കളി ജയിച്ചു. ഇങ്ങോട്ട് നോക്കണോ? എനിക്കും അയാളെ തീരെ വിശ്വാസമില്ല. വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചരക്കാൻ തുടങ്ങിയിട്ട്. വീട് വിറ്റ് കൊടുത്താൽ 1000 തരാം, 10,000 തരാം എന്നൊക്കെയാ പറഞ്ഞത്. 1000 വേണ്ട, 10,000 വേണ്ട. ഒരു ബീഡിക്കുള്ള കാശ് 10 പൈസ തെണ്ടിയുടെ മോൻ. ആ, അയാൾ നിധി കുഴിച്ചെടുക്കട്ടെ, അപ്പൊ കാണാം. അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നാളെ രാത്രി 12 മണിക്ക് ശേഷം നിധി കുഴിച്ചെടുക്കുമെന്ന് അയാൾ പറഞ്ഞത്. നില്ലേ, നീ ധൈര്യമായിട്ട് നില്ലേ. നിധി കുഴിച്ചെടുത്ത ഉടനെ നിധി വേറെ കഴിച്ചു ഓടുന്ന കാര്യം. അപ്പൊ ഞാനോ? അവസാനം ഞാൻ ഗോപി വരയ്ക്കണം. അത് നീ വരച്ചോ? അതായത് ആരും അറിയാതെ നിധി തുല്യമായി വീതിച്ചെടുത്ത് നമുക്ക് കാട് വിടാം. ഇതൊക്കെ നടക്കുവോ? നടത്തി കാണിച്ചു തരാം. ഈശ്വര, ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാ മതി.
പൊന്നു മുതലാളി, ഈ വെള്ളം ആറ്റി എന്നാലേ കുളത്തിലെ വെള്ളം വച്ചു. എടോ കളിതമാശ കളാ, ഇപ്പൊ നേരം വെളുക്കും, നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്കണോ? പ്രശ്നങ്ങൾക്കല്ലാതെ ദേഹം എനിക്ക് ശീലമില്ല. വേണ്ട, തനിക്കടോ. നടുവ് കൊളുത്തിയപ്പോഴാ പാത്രം ഞാൻ തോമയെ ഏൽപ്പിച്ചു. അതുവരെ ഞാനാ കോരിയത്. നോക്കി നിൽക്കാതെ കോരടോ. ഒന്ന് വേഗം കോരടോ. ആ കോരുന്നൊന്ന് വേഗം ആയിക്കോട്ടെ, ഒന്നൊന്ന് വേഗം ആയിക്കോട്ടെ. അപ്പോഴേ മുരളി, പുറത്തേക്കൊരു കണ്ണ് വേണം. ശരിയിൽ ദൃഷ്ടിയുള്ളതാ, ശത്രുക്കൾ കൂടും. അതെ അതെ, അതല്ലേ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തത്. എന്റെ ജനീ കുഴക്കല്ലേ. മോനെ തോമ, അവൻ വല്ലാതെ ക്ഷീണിച്ചു. നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കാണല്ലോ. കുടിക്ക് തോമ. ഭയങ്കരം കളിക്കാൻ വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരാ. വെള്ളം തീർന്നു മുതലാളി. മധ്യേ കമലധളം. മുഖ മുഖ പാഴ വെട്ടി പൊളിക പാഴ. എല്ലാരും കൂടെ അവസാനം എനിക്കിട്ട് പാര വെക്കുവോടോ അന്തുവേ. കൂടപ്പറപ്പുകൾ എങ്ങനെ വിശ്വാസമില്ലാണ്ടായ എങ്ങനെയാ പിള്ളേച്ച? അങ്ങനെ ഒരു അത്യാർത്ഥി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മാഷെ കൂട്ടുപിടിച്ച് ഞങ്ങളിത് വെട്ടി പൊളിക്കില്ലായിരുന്നോ? നിധിയുടെ പൊടി പോലും മുതലാളി കാണില്ലായിരുന്നു. അത് ന്യായം. എടുത്തു കൂടെ ചന്തുവേ. തോമ ആ, 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 ആ. ആഞ്ഞു വെട്ടിക്കോളൂ. എന്റെ കർത്താവേ, ഈശ്വര, കുഴിച്ചു ചെല്ലുമ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വന്നാ നിങ്ങൾ എന്നെ ആ കുഴിയിലിട്ട് മൂടിക്കോണം. പകട്ട് കള്ളം പറയില്ല മുതലാളി. കൂടിയ 3 അടി താഴ്ച. സൂര്യപ്രഭോ നിധി സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ നിധികുംഭം ഇങ്ങനെ പൊങ്ങി വരും എന്ന് പ്രമാണം. എന്നാ ഐശ്വര്യമായിട്ട് തുടങ്ങടോ തോമാ. എന്റെ ഈശോ. നിക്ക് നിക്ക്, വെട്ടാൻ വരട്ടെ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ, എന്നാലും ഒന്ന് ഓർപ്പിക്കാനാ. ഉരുപ്പിടി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേച്ചൻ പറഞ്ഞ വാക്ക്. എനിക്ക് അതിമോഹം ഒന്നുമില്ല ദൈവമേ. പറഞ്ഞ വാക്ക് 3-1. എനിക്കത് മതി. എന്റെ ഒരു മോളാണ് സത്യം. 3-1. അപ്പൊ പിന്നെ തോമായോ? അതും ഓർമ്മയുണ്ട് മോനെ. 10 സെന്റ് പുരയിടവും ഓടിട്ട ഒരു വീടും കള്ള് ഷാപ്പിനടുത്ത്. ആ, പൊടിയകത്ത് ഒരെണ്ണത്തിന്റെ തല പുറത്ത് കണ്ടുപോൽ വിട്ട് ഞാൻ കൊണ്ടായിരിക്കും. ആവശ്യമുള്ളപ്പോ വിളിക്കല്ല. നോക്കി നിൽക്കാൻ വ്യക്തമാ. വെക്കുകയല്ലേ? എന്താ കൂടെ അവിടെ വെട്ടിക്കോളൂ. അങ്ങനെ സേതു, സേതു, എന്താ ഈ നേരത്തെ? നാളെ കാലത്തുള്ള ഫസ്റ്റ് ട്രെയിനിന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. എന്താ പെട്ടെന്ന്? വിശദമായിട്ട് തിരിച്ചു വന്നിട്ട് പറയാം. ആ, ദാസേട്ടന്റെ കല്യാണം തീരുമാനിച്ചു. അമ്മയോട് പറയണം, ഒത്താൽ കൂട്ടിക്കൊണ്ട് പോരണം.
പോകുന്നതിന് മുമ്പ് എന്തോ സേതുവിനെ കണ്ട് യാത്ര പറയണം തോന്നി. എന്ന് തിരിച്ചു വരും? കഴിയുന്നതും പെട്ടെന്ന്. വരാതെ പറ്റില്ലല്ലോ. അതെന്താ? ഈ പാതിരാക്കി ഇങ്ങനെ പറയേണ്ടതല്ല. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയട്ടെ. എന്ത്? എനിക്ക് സേതുവിനെ ഇഷ്ടമാണ്. വേഗം വിട്ടണോ ചന്തുവേ, നോക്കി നിൽക്കാതെ. ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരും ഉറങ്ങിയില്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നടുമുറ്റത്തെ കുളം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിക്കേ? അതിനർത്ഥം കണ്ട് നിധിയുണ്ട് പോലും. അതുകൊണ്ടാണ് അത്ര വീട് ഒഴിപ്പിച്ചത്. നിധിയോ? പണ്ട് ഗോപന്റെ കയ്യിൽ ഒരു ചെമ്പുതകട് കിട്ടിയില്ലേ, അതിൽ നിന്നാണ് അത്ര വിവരങ്ങൾ അറിഞ്ഞത്. അപ്പോ അതിനായിരുന്നല്ലേ സേതുവിന്റെ അച്ഛൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്ത് ചെയ്യാൻ പറ്റും? കാശെന്ന് പറഞ്ഞാൽ അച്ഛന് വല്ലാത്തൊരു ആർത്തിയാ. നല്ലൊരു ഷോക്ക് കൊടുത്താലേ പഠിക്കൂ. അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ദൈവമേ, കിഴക്ക് വെള്ളം കയറി തുടങ്ങി. എടാ ചന്തുവേ, ആദ്യം പിടിച്ചാൽ എങ്ങനെയാ വേവുന്നത്? ഇരിക്കാമെങ്കിൽ പിന്നെ ഗണകോ. ഓ, മുക്കോൽ ശ്രീയങ്കുലം. അതായത് 3 കോലും 3 അങ്കുലവും. അതാണ് പ്രധാന പ്രകാരം കുഴിയുടെ അളവ്. ഇനി എത്ര ബാക്കിയുണ്ട്? കൂടിയ 3 അടി താഴ്ച, 2 അടി. കുംഭത്തിന്റെ മുഖഭാഗം കണ്ടു. മോനെ ചക്കരെ, കുടത്തിന് എന്ത് വലിപ്പം കാണൂടോ? കുഞ്ചലവസ്തകോ. മനസ്സിലാകുന്ന ഭാഷ പറയടോ. അതായത് ഒരാനക്കുട്ടിയുടെ മസ്തകത്തിന്റെ താലയുടെ വലിപ്പം. അതാണ് ഒച്ചല്ലോ. തോമ, ഇയാൾ എവിടുന്ന ഇത്ര കുടിച്ചു വന്നേ? എന്താടോ പന്നി പട്ടയടിച്ച് ഔട്ടായി. കുരുത്ത ദോഷി, മാറ്റിയിടവനെ. ഇനി ഞാൻ കുഴിച്ച. വേണ്ട, മേലെ എനക്കണ്ട, ഞാൻ വെട്ടിക്കോളാം. പണ്ട് ഞാനും കുറെ കുഴി വെട്ടിയതാ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. മാറണല്ല. മുതലാളി തുറക്ക് പിള്ളേച്ച. ഞാൻ തുറന്നോളാം. എന്റെ കൂടെ ഞാൻ തുറന്നോളാം. കണ്ണിക്കാരിക്കണം. എന്റെ പുറകെ വന്നോ വെട്ടും ഞാൻ. മാറിക്ക് പോയിക്കോ. മര്യാദ ചെയ്യലടാ. തെണ്ടി എല്ലാത്തിനും കൊട്ടും ഞാൻ. പോവാനാ പറഞ്ഞത്. കള്ളക്കട തെണ്ടി. എടോ, താൻ ഗണകനാണെങ്കിലും തന്നേക്കാൾ മുമ്പ് ഗണിക്കുന്നവനാണ് ഞാൻ. തന്റെ അപ്പൂപ്പന്റെ ബുദ്ധിയല്ല എന്റെ അപ്പൂപ്പന്റെ ബുദ്ധി. താൻ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാം.
അതിനാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. കുത്തി കൊടലെടുക്കും ഇരുന്നോ ഇരുന്നോ. ഞാൻ നോക്കട്ടെ. പണിക്കരെ, ക്ഷമിക്കണം പണിക്കരെ, കാര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോളാം. ആരും കൂടണ്ട. ഇതെന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതെ അതെ, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളോ? ആരായി ഞങ്ങള്? ആ നമ്മളെ അതങ്ങ് മനസ്സ് വെച്ചെടുക്കണതാ. തനിക്ക് കാര്യസ്ഥം പണിയും കൊനഷ്ട ബുദ്ധിയും തന്നെയാ നല്ലത്. ഏതായാലും താങ്ക് യു വെരി മച്ച്. വരട്ടെ. അയ്യോ, കളിതമാശ പറയല്ലേ പിള്ളേരെ. കളിതമാശയൊന്നുമല്ല, ഞങ്ങൾ ഇനി കോളേജിലൊന്നും പോകുന്നില്ല. സസ്പെൻഷൻ പിൻവലിക്കണ്ടെന്ന് തന്റെ ഇരവിപ്പള്ളോട് പറഞ്ഞേരെ. എവിടെയെങ്കിലും കുറെ തെങ്ങും തോപ്പോ എസ്റ്റേറ്റോ വാങ്ങിച്ചിട്ട് ഞാൻ പെണ്ണി വയ്ക്കാൻ വരുമെന്ന് അയാളോട് പോയി പറഞ്ഞേക്ക്. ഞാനും പിടിക്കണ കളമാരെ ചത്താലും ഓടിക്കോ. അയ്യോ അയ്യോ, പറയാ സാറേ, പറയാ സാറേ, പറയാ. ആ തൊണ്ടി കളമാര് കൊണ്ടുപോയേ, നിധി കൊണ്ടുപോയേ, എന്റെ നിധി കൊണ്ടുപോയേ. ആ കള്ള കണിയാനും ചതിയും ചന്തു എന്റെ നിധി കൊണ്ടുപോയേ. അവരെന്റെ നിധി കൊണ്ടുപോയേ. എന്റെ നിധി. കൊടുത്താലും പോലീസിന് പിടുത്തം കൊടുക്കല്ലേ പണിക്കരെ. നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ യൂണിയൻ പോലും ഇല്ലാത്തത് എന്റെ നീതി കൊണ്ടുപോയി. യൂണിയൻ ഉണ്ടാക്കണമെന്ന് അന്ന് ആരും കേട്ടില്ല. ഇപ്പൊ ഞാനിതാ കടന്നു പോകുന്നത്. അറിയാവോ?
വെട്ടി 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 ഇതെന്റെ വകയാണ്, ഞാൻ തരില്ല. ഇതെനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. എണീക്കടാ. ഞാൻ തരില്ല, തരില്ല. എന്റെ നിധി ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതെന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കും. അതാണ് സാറേ അതിന്റെ ന്യായം. അയ്യോ മാറ് മാറ് മാറാൻ. അവൻ കാര്യം നാം പെണ്ണ് കൊണ്ടുപോയി. ഗണോ ഇവിടെ കിട്ടി. പിള്ളേച്ച ആരാ? വീട് വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ?